ഒരു വലിയ പദവിയായി ഈ രാത്രിയിൽ ഞാൻ കാണുകയാണ്. കർത്താവിൻ്റെ ദാസന്റെ മകൻ കുടുംബം, ഇവിടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർ, വിവിധയിടങ്ങളിൽ നിന്നും ഈ ഫാസ്റ്റിങ്ങിന് വേണ്ടി കടന്നു നിന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസ്യദാസന്മാർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ മനോഹരമായിരിക്കുന്ന രാത്രിയിൽ അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിൽ നമുക്കായിരിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 58-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള 3 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ദൈവാത്മാവിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ആ ഭാഗത്തൊട്ട് തന്നെ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ആത്മാവിൽ പ്രാർത്ഥിപ്പാനാണ് ദൈവാത്മാവിൽ ശരണപ്പെടുന്നത്. വേഗത്തിൽ നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. യെശയ്യാവിന്റെ പ്രവചനം 58-ാം അധ്യായം അതിന് 3, 4, 5, 6 വേദഭാഗങ്ങളാണ്. വായിക്കണമെന്നില്ല. പുസ്തകമുള്ളവരെല്ലാവരും ആ ഭാഗം തുറന്നു നോക്കിയാൽ മാത്രം മതി. അല്പനിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ നിറവിലേക്ക്, ഒരു പുതിയ ഒഴുക്കിലേക്ക് ദൈവാത്മാവ് നമ്മെ കൊണ്ടുവരേണ്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ച് രക്തത്താൽ ജയമെടുക്കുന്നു. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ, ഒരു പുതിയ നിറവിലേക്ക് എന്നെ കൊണ്ടുവരണം, ഒരു പുതിയ ശക്തിയിലേക്ക് എന്നെ കൊണ്ടുവരണം, ഒരു പുതിയ ആത്മനിറവിലേക്ക് എന്നെ കൊണ്ടുവരണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആത്മീകമായ മണ്ഡലത്തിൽ, ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മെ ദൈവകൃപയാൽ വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കരുണയും കൃപയും യേശുവിലൂടെ അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവിനെ ധാരാളം നൽകി നമ്മെ മാനിച്ചു. ദൈവം നമ്മെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയോ തേങ്ങലിന്റെ ശബ്ദങ്ങൾ, എവിടെയോ വേദനയുടെ ശബ്ദങ്ങൾ, എവിടെയോ ഞെരുക്കത്തിന്റെ ശബ്ദങ്ങൾ, ഞരക്കത്തിന്റെ ശബ്ദങ്ങൾ, പാറയുടെ വിള്ളലിരുന്ന് കുറുകുന്ന കുറുമ്പ്രാവിനെ പോലെ സഭ എവിടെയൊക്കെ ഇരുന്ന് കുറുകി അത് ഭാരപ്പെടുകയാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ആ വിധമായ ദുഃഖങ്ങൾക്കൊരു പര്യവസാനം വരുത്തി ആത്യന്തിക ജയത്തിലേക്ക് മടത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചാടെ. ആഴമായൊരു വിടുവൽ, ഹൃദയ സ്പർശനത്തിന്റെ ഒരു വിടുവൽ, വളരെ തൊട്ടറിയുന്ന ഒരു ദൈവിക വിടുവൽ, ജനത്തിന്റെ ഇടയിൽ എന്നെ ആര് തൊട്ടത് എന്ന് ചോദിക്കത്തക്ക നിലയിൽപ്പെട്ട ഒരു ദൈവിക വിടുവൽ ഈ രാത്രി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കേണ്ടതിന് ആത്മാർത്ഥമായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രക്തത്താലും ജയം, സ്വർഗത്തിലും ഭൂമിക്കും സകല കുടുംബങ്ങളിലും പേർ വരുവാൻ കാരണമായി തീർന്ന വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയമല്ല കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവം ഞങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശുശ്രൂഷയ്ക്ക് വിരോധമായി ഈ രാത്രി എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും അവന്റെ പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് അവന്റെ മേൽ ജയം ഇന്ന് രാത്രി എടുക്കുന്നു. സഭയുടെ പ്രവർത്തന മണ്ഡലങ്ങൾ, സഭയോട് അറിയിച്ച ദൂതുകൾ എല്ലാം ഞങ്ങൾ ഓർത്ത് അതിന്റെ വിടുതലുകൾക്ക് വേണ്ടി ഞങ്ങൾ കൊതിക്കുന്നു. സ്വർഗം അത് ചെയ്യാൻ പോകുന്നവനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ അത് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വിടുതൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തൊട്ടറിയുന്ന ഒരു വിടുതൽ ഇന്ന് രാത്രി ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഞങ്ങളെ വിടുതലോടെ പറഞ്ഞയക്കണം. സ്വർഗം അങ്ങനെ ചെയ്തവനായി സ്തോത്രം. വചനത്തിന്റെ വാതിൽ കർത്താവ് തുറക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം സ്വർഗത്തിലെ നല്ല ദൈവമേ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യെശയ്യാവിന്റെ പ്രവചനം 58-ാം അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങൾ ഇസ്രായേലിനെ ദൈവം ശാസിക്കുകയാണ്. ഇസ്രായേലിനെ ദൈവം ശാസിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവം എന്താ ശാസിക്കുന്നത്? നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ ഉപവസിക്കേണ്ടത്. ഇസ്രായേൽ ഉപവസിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ പാളയത്തിനകത്ത് അവർ ഉപവസിക്കുകയാണ്. അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി, അവരുടെ ജയത്തിന് വേണ്ടി. ഇസ്രായേലിനെ വേദനിപ്പിക്കുന്ന ഒത്തിരി പോരാട്ടങ്ങൾ ഇസ്രായേലിന്റെ ജീവിതത്തിലുണ്ട്. ഇസ്രായേലിന്റെ ഉയർച്ച, ഇസ്രായേലിന്റെ വളർച്ച, ഇസ്രായേലിന്റെ ഉന്നമനം, ഇസ്രായേലിന്റെ ജയം, ഇസ്രായേലിന്റെ ആത്മീകമായിരിക്കുന്ന ഉദ്ധാരണങ്ങൾ. കാരണം ഇസ്രായേലിന്റെ മടിവിൽ, ഇസ്രായേൽ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തിന്റെ കൽപ്പനയിലും ഇസ്രായേൽ നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിനെ ഒരു ശക്തിക്കും ഇസ്രായേലിനെ തകർക്കാനേ കഴിയത്തില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നത്, അപ്പൊ രഥം കൊണ്ടും ചക്രങ്ങൾ കൊണ്ടും യുദ്ധങ്ങൾ കൊണ്ടും ഒരു ഇരുമ്പായുധങ്ങൾ കൊണ്ടും ഇസ്രായേൽ എന്ന ജനത്തെ തകർക്കുവാൻ കഴിയാതെ ജാതിക ശക്തികൾ പരാജയപ്പെട്ടിരിക്കുമ്പോൾ
തകർക്കുമ്പോൾ, ഇസ്രായേൽ മക്കളെ തകർക്കുവാൻ വേണ്ടി അവർ മാന്ത്രികമായ ബന്ധനങ്ങളും ആഭിചാര ക്രിയകളും അവരെ ജാതീയമായ ശക്തികളെ അഴിച്ചുവിട്ട് അവരെ തകർക്കുവാൻ നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, ഇസ്രായേലെ നിങ്ങൾ പേടിക്കേണ്ട, ആഭിചാരം ഇസ്രായേലിന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ യാക്കോബിന് ഏൽക്കത്തില്ല എന്ന് പറഞ്ഞ് ദൈവം അവരെ ധൈര്യപ്പെടുത്തി വെച്ചിട്ട് ദൈവം അവരെ ശക്തീകരിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഇസ്രായേലിനോട് വെല്ലുവിളിച്ച് അനവധി ജാതീയ പോരാട്ടങ്ങളുണ്ട്. അനാക്യർ, ഹൂവ്യർ, യബൂസ്യർ, പെരുസ്യർ, ഹിത്യർ തുടങ്ങിയ ജാതീയ ശക്തികൾ ഇസ്രായേലിന്റെ നന്മയ്ക്കവരെ, ഉയർച്ചയ്ക്കവരെ വെല്ലുവിളിച്ചതായി വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തു താൻ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയോട് പോരാടുന്ന പോരാട്ടങ്ങളെ കുറിച്ച് വേദപുസ്തകം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എഫെസ്യ ലേഖനം 6:12 വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്ന് പറയുമ്പോൾ സഭ ഭൂമിയിലാണ്, സഭ സ്വർഗത്തിൽ എടുക്കപ്പെട്ടിട്ടില്ല. ആത്മാവിന്റെ വീണ്ടെടുപ്പ് നമുക്ക് നടന്നിട്ടുള്ളൂ, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെയും വന്നില്ല. കാരണം യേശു തന്റെ സഭയെ ചേർക്കുവാൻ ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ സഭ ഭൂമിയിലായിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് വക്രവും കോട്ടവും വ്യഭിചാരം നിറഞ്ഞ ഒരു തലമുറയിൽ സഭയായിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നത് മുഴുവൻ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ സാധനം എടുക്കാൻ പോകുന്നത് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ കടയിലാണ്. നമ്മെ ഭരിക്കുന്ന മന്ത്രിമാർ, അതുപോലെ തന്നെ നമ്മെ നിയന്ത്രിക്കുന്ന അനവധി ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയെ, നമ്മുടെ കേരളത്തെ, ബാംഗ്ലൂർ പട്ടണങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്ന അനേക VIP-കൾ എന്ന് പറയുന്ന വ്യക്തികളൊക്കെയും രക്ഷിക്കപ്പെട്ടവരല്ല, ഒരു സ്നാനപ്പെട്ടവരല്ല, പലരും യേശുവിനെ വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ ഈ മണ്ഡലത്തിൽ നമ്മൾ ഒതുങ്ങിക്കിടക്കുമ്പോൾ അനാവശ്യമായുള്ള പല പോരാട്ടങ്ങളും യേശുക്രിസ്തുവിൽ നീ വിശ്വസിച്ചതിനാൽ, ദൈവകൃപ നീ ഏറ്റെടുത്തതിനാൽ, ഈ ഭൂമിയിൽ പിശാചിനെ തള്ളി യേശുവിനെ നീ സ്വീകരിച്ചതിനാൽ ഈ ലോകം നിനക്കെതിരെ, പിശാച് നിനക്കെതിരെ, സാഹചര്യങ്ങൾ നിനക്കെതിരെ, ലോകത്തിലെ പലതും, നിന്റെ ഓഫീസ്, നിന്റെ കുടുംബം, നീ ആയിരിക്കുന്ന മണ്ഡലങ്ങൾ പലതും നിനക്കെതിരായിരിക്കപ്പെടാം. അപ്പോൾ ഈ എതിരിന്റെ മണ്ഡലത്തിൽ നീ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം, നീ ആരാധിക്കുന്നത് കൊണ്ട് മാത്രം, നീ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നത് കൊണ്ട് മാത്രം അനാവശ്യമായി, ആവശ്യമില്ലാതെ നിന്റെ കൃപയെ തകർക്കുവാൻ, നിന്റെ ആരാധനയെ തകർക്കുവാൻ, ആത്മമണവാളന് വേണ്ടി ഒരുങ്ങുന്ന നിന്നെ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് തകർത്ത് തരിപ്പണമാക്കി കളയുവാൻ ഇന്ന് രാത്രിയിൽ എഴുന്നേറ്റ് വരുന്നതായ അന്യായ ബന്ധനങ്ങളെ അഴിപ്പാൻ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീക യുദ്ധങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. ആകയാൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, കഴിഞ്ഞ പകലിൽ പലരെയും ദൈവം തൊട്ടു, പല കെട്ടുകളും പൊട്ടുവാൻ ദൈവമിടയാക്കി. ആത്മീക നിലയിൽ ഉയരുവാൻ കഴിയാതെ നിന്നോട് വെല്ലുവിളിച്ച ചിലവ് അതേ കഴിഞ്ഞ പകൽക്കാലം ദൈവാത്മാവ് അടിച്ചു മാറ്റി. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് ഇടപെടുന്നത് നമ്മയോട് സ്തോത്രം ചെയ്യുന്നു. 3, 4, 5 വാക്യത്തിൽ വായിക്കുന്നത് പോലെ നിങ്ങൾ അതേ ഞങ്ങളുടെ പോലെ തല നിങ്ങൾ കുനിച്ചിരിക്കുന്നതും, നിങ്ങൾ മൃഗയുദ്ധം ചെയ്യുന്നതും, നിങ്ങൾ ഉപവാസം എന്ന് പറഞ്ഞിട്ട് ജോലികാര്യങ്ങൾ നോക്കുന്നതും, ജോലിക്കാരെ വെച്ച് ജോലി ചെയ്യിപ്പിക്കുന്നതും, ഇതൊന്നുമല്ല നിങ്ങളുടെ ഉപവാസം. യേശു എന്നെ പറഞ്ഞു, നമ്മയോട് മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉപവസിക്കുന്ന നിങ്ങളുടെ മുഖം വാടിയിരിക്കരുത്. ഉപവസിക്കുന്ന മുഖം, നിങ്ങളുടെ മുഖം ഒരിക്കലും വാടിയിരിക്കരുത്. ഞാൻ 40 ഞാൻ 21 പറഞ്ഞുകൊണ്ട് തലയും കുനിച്ച് മുഖവും വാടി ഇരിക്കുന്ന അന്തരീക്ഷമല്ല ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്തുവാ നിന്റെ ജീവിതത്തിൽ? 6ാമത്തെ വാക്യം, അന്യായ ബന്ധനം, മുഖത്തിന്റെ കെട്ടുകൾ, അമിക്കയറുകൾ, നിന്നെ പീഡിപ്പിക്കുന്ന പീഡകന്റെ അടിസ്ഥാന മണ്ഡലങ്ങളൊക്കെ വെട്ടിപ്പറിച്ചെടുത്ത് ആത്മികമായ മണ്ഡലത്തിൽ വരുവാൻ കഴിയാതെ പട്ടഞ്ഞു നിർത്തിയിരിക്കുന്നതായ ഇരുളിന്റെ അധികാരങ്ങളെ പകർക്കുന്ന ആത്മീക യുദ്ധങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കപ്പെടുന്നത്. ആകയാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് ഒരു വെളിപ്പാട് പറയാം. ഈ യോഗത്തിലൂടെ ദൈവദാസൻ പറഞ്ഞതുപോലെ അക്കരയ്ക്ക് കടക്കാൻ കഴിയാതെ വണ്ണം നിന്നെ ഇക്കരെ നിർത്തി ബന്ധിക്കുന്നതായ സ്തോത്രം ഭൂതങ്ങളുടെ മാറ്റിൽ നിന്ന് കയറി വരുന്ന ഭൂതശക്തിയെ യേശുവിന്റെ നാമത്തിൽ നിന്നെ മുക്കിക്കൊല്ലുവാൻ, നിന്നെ തകർത്ത് കളയാൻ, നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാതെ വണ്ണം നിന്നെ ഉടച്ച്, നിന്നെ നശിപ്പിച്ച്, നിന്നെ ഗലീല കടലിന്റെ അടിത്തട്ടിൽ നിന്നെ ഒതുക്കിക്കളയുവാൻ നിനക്കവരെ കയറി വരുന്ന കൊടുങ്കാറ്റിനെയും ചുഴലിയെയും ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അതിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കി ഒരാഴമായ വിടുതൽ നൽകി അക്കരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയ സ്വർഗത്തിലെ ദൈവം ആ സ്ഥാനത്ത് നിന്നെ കൊണ്ടുപോകുവാൻ ഇന്ന് രാത്രി നിന്റെ മടിവിൽ വെളിപ്പെട്ട് നിൽക്കുകയാണ്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ആറാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ ദൈവാത്മാവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. 3, 4, 5 വാക്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അവ ചെയ്യരുത്. നിങ്ങൾ അങ്ങനെയല്ല വാസ്യം എടുക്കേണ്ടത്, നിങ്ങൾ അങ്ങനെയല്ല നോമ്പ് എടുക്കേണ്ടത്, നിങ്ങൾ അങ്ങനെയല്ല ഇരിക്കേണ്ടത്, നിങ്ങൾ ആ നിലയിലല്ല ഉപവസിക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആറാമത്തെ വാക്യത്തിലോട്ട് വായിച്ചു വരുമ്പോൾ വ്യക്തവും സ്പഷ്ടമായി അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന അന്യായ ബന്ധനങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലും തലമുറയ്ക്ക് നേരെ കടന്നു വരുന്നവരെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയോ ഗുണ്ടായുസം കാണിക്കുകയോ മൃഗയുദ്ധം ചെയ്യുകയോ വെല്ലുവിളിക്കുകയോ നീ എന്നെ അങ്ങനെ ചെയ്യുമല്ലേ എന്നാ പിന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഒരു മണ്ഡലത്തിലോട്ട് പോകാതെ യേശുവിന്റെ നാമത്തിൽ നിനക്കവരെ അഴിച്ചു പിശാച് വിട്ടിരിക്കുന്ന സകല അന്യായ കെട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചു കളയുന്ന ഒരു ഓപ്പറേഷനാണ് ഇവരകത്ത് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 27ാമത്തെ രാത്രിയിൽ ഞാൻ ദൈവാത്മാവിൽ കാണുന്നു, എവിടെയൊക്കെയോ ചിലവ് ഇന്ന് രാത്രി പൊട്ടി തുടങ്ങി യേശുവിന്റെ നാമത്തിൽ അന്യായ ബന്ധനം അഴിപ്പാൻ ഇസ്രായേല് ദൈവം സ്ഥാപിച്ച ഉപവാസത്തിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രി ആഴങ്ങൾ മനസ്സിലാക്കി ആരാധിച്ച് വിടുവലെടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളെ കുറെ ഭാഗം നമ്മൾ ആഴങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ പല അന്യായങ്ങളേ ഉള്ളൂ, അല്ലെ? നമ്മുടെ ജീവിതത്തിന് ഇവരൊക്കെ ആൾക്കാരും അവരും ഇവരൊക്കെ അന്യായപരമായ പോരാട്ടങ്ങളാണ് ഒക്കെ അഴിച്ചുവിടുന്നത്. കേരളത്തോട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. മമ്മിയോട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം SLC പരീക്ഷയുടെ അന്ന് സ്തോത്രം മൈക്ക് സിസ്റ്റം വെച്ച് എല്ലായിടത്തും അത് ഭയങ്കര പരിപാടികളാണ് വെക്കുന്നത്. നമ്മളൊരു 9 വരെ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ, ഒന്ന് ദൈവത്തെ സ്തുതിച്ച് 2 ബോക്സും എടുത്ത് വെച്ച് നമ്മുടെ കൺവെൻഷൻ നടത്താൻ നിർത്തട, ചെവിയേക്കാൻ നിവർത്തിയില്ല, കിടന്നുറങ്ങാൻ നിവർത്തിയില്ല. അവര് സകല പോസ്റ്റ് തൂണിലും വെച്ച് കെട്ടി എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഒരു കുഴപ്പം ആർക്കുമില്ല. ഒരു 9:30 വരെ യേശുവിനെ ആരാധിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവർക്ക് ചെയ്യേണ്ടതൊക്കെ എടുക്കാൻ നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ആരാധനയ്ക്കവരെ ശുശ്രൂഷയ്ക്കവരെ ഒക്കെ കടത്തിവിടുന്ന അന്യായപരമായ പോരാട്ടങ്ങളുണ്ട്. ഇതിനൊക്കെ പ്രതികരിക്കുവാൻ വേദപുസ്തകത്തിൽ നമുക്ക് അനുവാദമില്ല. പക്ഷെ പ്രതികരിക്കാൻ ഉണ്ട്. ഉപവാസത്തിൽ ഇരിക്കുമ്പോൾ ഒരു പട്ടണത്തിലെ ദൈവസഭയുടെ ശുശ്രൂഷയ്ക്കും മണ്ഡലങ്ങൾക്കെതിരെ എഴുന്നേറ്റ് വരുന്ന അന്യായപരമായ ശബ്ദമണ്ഡലങ്ങളെ വെട്ടിയൊതുക്കുവാൻ വേദപുസ്തകത്തിൽ ഉപവാസത്തിൽ ആത്മാവ് പ്രഖ്യാപിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ പറയാം, രക്തത്താൽ ജയം. വാ തുറന്ന് അശ്ലീല വാക്കുകൾ പറയുന്നതിന് കുഴപ്പമില്ല. നീ വാ തുറന്ന് ഒന്ന് സ്തോത്രം പറയുന്നത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അന്യായം തന്നെയാണ്. യേശുവിന്റെ നാമത്തിൽ എബ്രായർ 11:33 അതിനപ്പിൽ പറയുന്നത്, സ്തോത്രം സിംഹത്തിന്റെ വായടയ്ക്കാനും തീയുടെ ബലത്തെ കെടുത്തുവാനും വൈറ്റത്തങ്ങളെ വെട്ടിപ്പിടിക്കുവാനും ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, വിശ്വസിക്കേ. യേശുവിന്റെ നാമത്തിൽ നിന്നെ അമർത്തുന്ന മണ്ഡലങ്ങൾ, നിന്നെ ഒതുക്കി കെട്ടുന്ന മേഖലകൾ യേശുവിന്റെ രക്തത്താൽ ജയം. 30, 100 30, 60, 100 മേനി ഫലത്തിലേക്ക് നിന്നെ വിടാതെ വണ്ണം ഇന്ന് രാത്രി നിന്നെ ഒതുക്കി കെട്ടുന്ന മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. ഈ യോഗത്തെ കുറിച്ച് ആത്മാവിന് ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. രക്തത്താൽ ജയം. 2010 കഴിഞ്ഞു. 2011 മുതൽ സ്തോത്രം ഈ സഭയോടുള്ള ബന്ധത്തിൽ അന്ത്യകാലത്ത് നടക്കേണ്ടതായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഈ സഭയ്ക്കകത്ത് നടക്കാൻ പോകുകയാണ്. മമ്മിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുന്നു, പാസ്റ്റർ കണ്ട നാൾ മുതൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്റെ നാവിൽ തരുന്ന ഒരു ദൂതാണ്, മരിച്ചവർ ബാംഗ്ലൂർ സഭയിൽ ഉയർത്തെഴുന്നേൽക്കും, മരിച്ചവർ ബാംഗ്ലൂർ സഭയിൽ ഉയർത്തെഴുന്നേൽക്കും. ആ ഒരു പകർച്ച ബാംഗ്ലൂർ പട്ടണത്തിൽ മൊത്തമായി വ്യാപരിക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ബാംഗ്ലൂർ പട്ടണത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർ, എംഎൽഎമാർ ഇവിടെ വന്ന് ആരാധിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെട്ടവരെ ഇന്നത്തെ കൂടാരത്തിൽ അവ ഒതുങ്ങുകയില്ല എന്നൊക്കെ പറഞ്ഞ ദൂതകൾ അന്തരീക്ഷത്തിൽ നിർവീര്യമായി പോയിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ പിശാചിന് അറിയാം, ദേശം ഇളകിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ബാംഗ്ലൂർ, കർണാടക മണ്ഡലങ്ങൾ ആത്മാവിൽ പൊട്ടിക്കപ്പെടുമെന്ന് പിശാചിന് അറിയാം. അതിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന മണ്ഡലങ്ങൾക്കെതിരെ ഇന്ന് രാത്രി കൂട്ടഞ്ഞാത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇന്ന് രാത്രി ഇവരകത്തുണ്ട്? അവർ കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. കൽവറിയുടെ രക്തത്താൽ ജയമെടുക്കുന്നു. രാത്രി നമ്മൾ അതിപ്രധാന
പ്രധാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം മറ്റുള്ളവരോട് നമ്മൾ പറയാതെയും നമ്മുടെ ഹൃദയത്തിനകത്ത് വളരെ വേദനയോടുകൂടെ ഞരങ്ങുന്ന ചില വിഷയങ്ങളെ നമ്മൾ ഇന്ന് രാത്രിയിൽ ഒരു വിടുതലാക്കി എടുക്കുവാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു, ദൈവകൃപയിലേക്ക് നമ്മൾ വന്നു, യേശുവിന്റെ ചങ്കല ചോരയാൽ നമ്മൾ വിടുവിക്കപ്പെട്ടു കഴിഞ്ഞു. ദൈവിക അധികാരങ്ങൾ ദൈവം നമുക്ക് നൽകി. കൃപാവരങ്ങൾ സ്വതന്ത്രമായി ശുശ്രൂഷിക്കപ്പെടുന്ന ആർക്കും ആത്മാവിൽ വളരുവാൻ കഴിയുന്ന നല്ല ഒരു വിളഭൂമിയായ ഈ സഭയ്ക്കകത്ത് ദൈവം നിങ്ങളെ ആക്കി. അന്ത്യകാല ശുശ്രൂഷ, അപ്പോസ്തലിക ശുശ്രൂഷ അതിന്റെ തനിമയോടുകൂടെ ശക്തമായി ചെയ്യുന്ന ഒരു അഭിഷിക്തന്റെ കീഴിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, ദൈവാത്മാവിൽ ഒരു വെളിപ്പാട് ഞാൻ പറയാം. നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങൾ ഇന്ന് രാത്രി മനസ്സിലാക്കുക. നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും മനസ്സിലാക്കുക. ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തതിനാൽ നമ്മുടെ ദൂരയാത്ര ചെയ്യുമ്പോൾ അതിന്റെ ക്ഷീണം നമുക്കുണ്ട്, 40 ഇരിക്കുമ്പോൾ അതിന്റെ ക്ഷീണം നമുക്കുണ്ട്. കാരണം ഇത് മണ്ണ്, ഈ മണ്ണിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. പക്ഷെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ അകത്തെ, എന്റെ പുറമെയുള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോയാലും എന്റെ അകത്തെ മനുഷ്യൻ വൃത്തി പ്രാപിച്ചിരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയം. നമ്മയുടെ സ്തോത്രം. തിരക്കേറിയ ശുശ്രൂഷ, ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാത്ത ഓട്ടം. ഇതിന്റെ ഇടയിൽ ഇന്നലെ എനിക്ക് റിസർവേഷൻ കിട്ടിയില്ല. അല്പമായ ക്ഷീണത്തോടു കൂടെയാണ് ഞാൻ വന്നത്. സ്തോത്രം. കരിവീരുന്നതായ ഫുഡ് എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് തിരക്കായിരുന്നു ട്രെയിൻ ഉണ്ടായിരുന്നത്. നമ്മയുടെ സ്തോത്രം. ആ ഫുഡ് പിന്നെ ഞാൻ എടുത്ത് കളയേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ത്യാഗം സഹിച്ച് വളരെ ക്ഷീണത്തിൽ വന്നു. എങ്കിലും സ്തോത്രം, കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ദൈവശക്തി, ആ ദൈവത്തിന്റെ ശക്തി, പൗലോസ് പറയുന്നത് പോലെ നമ്മയോട് നിങ്ങളിൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നതിനാൽ ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കപ്പെടുകയാണ്. ശ്രദ്ധിക്കണം, എന്നും അഴിച്ച ബന്ധനത്തെ വീണ്ടും നിങ്ങൾ അഴിക്കാനും കെട്ടാനും നിൽക്കരുത്. ഇന്ന് രാത്രി ഒരു വെളിപ്പാട് പറയാം. ശരീരത്തിന് ക്ഷീണമില്ലെന്നല്ല, ശരീരത്തിൽ ക്ഷീണമുണ്ട്. വീണ്ടെടുപ്പ് നടന്നിട്ടില്ല, ശരീരത്തിൽ ക്ഷീണമുണ്ട്. പക്ഷേ ദൈവശക്തി നമ്മുടെ മൺകൂടാരത്തിനകത്ത് വ്യാപരിച്ചത് പുറത്ത് തള്ളുമ്പോൾ ശരീരത്തിന്റെ കീടങ്ങൾ, ശരീരത്തിന്റെ രോഗങ്ങൾ, അതിന്റെ ബന്ധനങ്ങൾ, അതിന്റെ വ്യാപാരങ്ങളൊക്കെയും നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി ആ സമയമൊക്കെ നമ്മൾ ആത്മാവിന്റെ പവറിലാണ് നിൽക്കപ്പെടുന്നത്. അമ്മയോടെ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു വചനം നിങ്ങളുടെ അകത്തോട്ട് കയറി തള്ളിക്കഴിഞ്ഞാൽ ഓർത്തോണം, ഇന്ന് രാത്രി എന്റെ കെട്ട് പൊട്ടി അത് ആത്മാവിൽ നിങ്ങൾ പ്രഖ്യാപിക്കപ്പെടണം. നമ്മയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നമ്മയോട് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന് 4 ദിവസം വിഷയമല്ല. ദൈവത്തിന് പുഴുവും കൃമിയും ദൈവത്തിന് നാറ്റവും ഒരു വിഷയമുള്ള കാര്യമല്ല. റോമാലേഖനം 4:17-18 ഇല്ലാത്തവനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. രക്തത്താൽ ജയമെടുക്കുന്നു. അങ്ങനെ ഒരു മർമ്മം ആഴത്തിൽ കിടക്കുമ്പോൾ ആമേൻ, ദൈവപ്രവൃത്തി നമ്മുടെ മടിവിലൂടെ വെളിപ്പെട്ട് ഒഴുകി അത് വിടുതലായി പരിണമിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് നിന്ന് ഒരു സ്വീകരണാഭിഷേകം വരണം. അതെന്താ? ഞാൻ വിശ്വസിക്കുന്നു, യേശുവേ ലാസർ പുറത്തു വരും, അവൻ പുറത്തു വരും. 4 ദിവസം എനക്കൊന്നുമില്ല, പുഴു എനക്കൊരു വിഷയമല്ല. ലോകത്തെ ഉണ്ടാക്കിയ നിനക്ക് സ്തോത്രം ഇതൊരു വിഷയമുള്ള കാര്യമല്ല. നീ പറയണം. നീ പറയുമ്പോൾ ആ ബന്ധനം നിന്നെ വിട്ട് മാറിപ്പോകും. നീ പറയുമ്പോൾ ആ കെട്ട് നിന്നെ വിട്ട് അഴിഞ്ഞു മാറും. പറഞ്ഞു വരുന്നത്, ഈ ദിവസത്തിൽ ഉപവാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഒരു വലിയ മല ഈ പട്ടണത്തിൽ മറിയാൻ പോകുന്നു. ഒരു വലിയ കോട്ട പകരാൻ പോകുന്നു. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായുള്ള ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുറിച്ചിട്ടോ ഒരു ദൂത് കേൾക്കുമ്പോൾ രക്തത്താൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ അത് ആത്മാവിന്റെ ദൂത്. നിനക്ക് ഒരു വ്യത്യാസവും വരുന്നില്ലെങ്കിൽ അത് ആത്മാവിന്റെ ദൂതല്ല. അതുകൊണ്ടാണ് ചോദിച്ചത്, ഇതെങ്ങനെ സംഭവിക്കും? മാമേ സ്തോത്രം. മറിയ ചോദിച്ചു, കർത്താവേ ഇത് എങ്ങനെ സംഭവിക്കും? ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. രക്തത്താൽ ജയം. ഞാൻ ആത്മാവിന്റെ വെളിപ്പാട് കാണുന്നു. യേശുവിന്റെ ബാംഗ്ലൂർ ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന ഒരു വലിയ മല, അത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആത്മാവ് ഞാനത് കാണുന്നു. ഇന്ന് രാത്രിയിൽ ആത്മമണ്ഡലത്തിലാണ് ഈ ഉപവാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ആ മല ഇളകിപ്പോകും. ഓ രക്തം ചെയ്യാം, രക്തം ചെയ്യാം. അതിനു വേണ്ടിയുള്ള ആർട്ടിക്കിൾ ചിട്ടയുമായുള്ള ദൈവാത്മാവിന്റെ ഇടപെടലുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്ത ദൈവത്തെ സ്തുതിക്ക്. ഈ രാത്രി നീ വന്നതുപോലെയല്ല, ഒരു വിടുതലോടെ നീ മടങ്ങിപ്പോകണം. ഈ രാത്രി നീ വന്നതുപോലെയല്ല, ഒരു വലിയ വിടുതലോടെ മടങ്ങിപ്പോകണം. ശക്തിയോടെ
രക്തത്താലും ജയം. അപ്പോൾ ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നതിനാൽ ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശക്തിയോടെ നിറഞ്ഞ് ആരാധിക്കേണ്ടവർ ഇവിടെ ഫാസ്റ്റിംഗ് എടുക്കുന്ന വ്യക്തികളാണ്. ഏറ്റവും കൂടുതൽ ആത്മാവിൽ നിറയുകയും ആത്മാവിനെ സ്വീകരിക്കുകയും ആത്മാവിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, ഒരു നേരമെങ്കിലും ആഹാരം മാറ്റിവെച്ച്, പ്രത്യേകിച്ച് ഫുൾ ടൈം ഫാസ്റ്റിംഗ് ഇരിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിൽ ഇട്ടിഞ്ഞിറങ്ങുന്ന ഒരു അഭിഷേകം വന്നേ പറ്റൂ. രക്തത്താലും ചെയ്യാം. ആഹാരം കഴിക്കുന്നവർക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ മേൽ എത്രത്തോളം അതിനുള്ള ശക്തി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഉപവാസം ഇരിക്കുന്ന നിന്റെ ഉടലുകൾ, നിന്റെ ആസ്ഥികളിൽ, നിന്റെ മാംസങ്ങളിൽ, അത് ഉണങ്ങിക്കിടക്കുന്നതിന്റെ ഉടലുകളിലേക്ക് ഇന്ന് രാത്രി ഒരു അത്യന്ത ശക്തി വന്നിട്ട് ആ ദൈവകൃപ നിന്നിലേക്ക് പുറത്തേക്ക് തള്ളട്ടെ യേശുവിന്റെ നാമത്തിൽ. എത്ര പേർ ദൂതലോട്ട് കയറി വരുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്നത്തെ രാത്രിയുടെ യോഗം നിയന്ത്രിക്കേണ്ടത് ആഹാരം കഴിച്ചവരല്ല. ഈ രാത്രിയുടെ യോഗം നിയന്ത്രിക്കേണ്ടത് ഇവിടെ ഉള്ളൊരുങ്ങി ദൈവസന്നിധിയിൽ ഒരു പുട്ടുവലിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായ ഒരു ദൈവത്തിന്റെ ബൈബിൾ ഇന്ന് രാത്രി ആരാധന മണ്ഡലം ദൈവകൃപയെ നിയന്ത്രിക്കപ്പെടട്ടെ ശക്തിയോടെ, ശക്തിയോടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ദൂതിന്റെ പുറകെ ഒരു ഒഴുക്കിറക്കി വിട്ടു കഴിഞ്ഞാൽ ഈ രാത്രി അത് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ഏൽപ്പിക്കുവാൻ ദൈവമക്കൾ ഇന്ന് രാത്രി തയ്യാറാകട്ടെ. ഞാൻ ഒന്നുകൂടി പറയാ, ഈ രാത്രിയുടെ യോഗം നിയന്ത്രിക്കേണ്ടത്, ഈ ദിവസത്തിലെ യോഗം നിയന്ത്രിക്കേണ്ടത് വയറ് വലിച്ചിറക്കി കെട്ടി ഉപവസിക്കുന്ന നീയായിരിക്കണം. യേശുവിന്റെ നാമത്തിൽ കൃപയുള്ള ഒരെണ്ണം ഈ രാത്രിയിൽ ഇവിടെ കത്തിയ 880 എണ്ണം ഓടും. യേശുവിന്റെ രക്തത്താൽ ചെയ്യാം. കൃപയുള്ള ഒരെണ്ണം കേറിയ, കൃപയുള്ള ഒരെണ്ണം, കൃപയുള്ള ഒരെണ്ണം ആത്മാവിനെ പുറത്തുവിടുവാൻ, ദൈവകൃപ ഏറ്റെടുക്കുവാൻ ഒരെണ്ണം ഈ രാത്രി തയ്യാറായ 880 ദുഷ്ടശക്തികൾ. ഓ ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വ്യാപരിച്ചു കഴിഞ്ഞു. ആത്മാവിന്റെ ഒരു പുതിയ ഒഴുക്ക് ഇവനകത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ദൈവകൃപയുടെ പുതിയ അധികാരം ഇവനകത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ഈ കാലഘട്ടത്തിന് ദൈവത്തിന് നിന്നെ വേണം. നീ ആരം അറിയണമെങ്കിൽ നിന്നിലെ അഭിഷേകം പുറത്തു തള്ളണം. ഏൽപ്പിച്ചുകൊടേ. രക്തത്താലും വചനത്താലും ചെയ്യാം. ഇന്ന് രാത്രി ദൃഷ്ടികളാൽ കാണും അത്ഭുതങ്ങൾ ഇവനകത്ത് സംഭവിക്കട്ടെ. കണ്ണുകൊണ്ട് കാണുന്ന വിടുതലുകൾ ഇവനകത്ത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ശ്രദ്ധിക്കുക, ആത്മാവിനെ സ്വീകരിക്കുക, ആത്മാവിനെ പുറത്തേക്ക് തള്ളുക യേശുവിന്റെ നാമത്തിൽ. ഒന്നുകൂടെ പറയാം, ആത്മാവിനെ ശരീരത്തിലേക്ക് എടുക്കുക, ആത്മാവിനെ പുറത്തേക്ക് തള്ളുക. എന്റെ പ്രസംഗവും എന്റെ വചനവും അവയെ ലോകത്തിന്റെ ജ്ഞാനമായിരുന്നില്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം, 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 പ്രദർശനം. ഊടാഭാഷയുടെ രഗതനി ആത്മമണ്ഡലത്തിൽ ഒരു വിവേചനം ആത്മാവനിക്ക് തരുന്നു. ഈ കാലഘട്ടത്തിൽ ഭാരതത്തിൽ ഒരു ഉണർവിന് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്നിൽ നിന്ന് ഒരു തിര ഇളകി വരണം. അത് ഈ പട്ടണം കാണട്ടെ, അത് ഈ ബാംഗ്ലൂർ കാണട്ടെ, അത് ഇന്ത്യ കാണട്ടെ, ഈ ദേശം കാണട്ടെ. രക്തത്താൽ ജയം. നിരാശയുടെയും അപകർഷതാ ബോധത്തിന്റെയും വെല്ലുവിളികൾ മനക്കെതിരെ വരാം യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ആത്മ വെളിപ്പാട് ഞാൻ പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ഒന്നുകൂടി പറയുന്നു, ആത്മാവിനെ സ്വീകരിക്കുക, ആത്മാവിനെ പുറത്തേക്ക് തള്ളുക യേശുവിന്റെ നാമത്തിൽ. നീ തള്ളുന്നത് ഗോലിയാത്തിന്റെ നേരെയാകട്ടെ, നീ ആത്മാവിനെ തള്ളുന്നത് സിംഹത്തിന്റെ നേരെയാകട്ടെ, നീ ആത്മാവിനെ തള്ളുന്നത് ചെങ്കടലിന്റെ നേരെയാകട്ടെ, നീ ആത്മാവിനെ തള്ളുന്നത് പിതൃപാരമ്പര്യ കെട്ടുകളെ പൊട്ടിക്കുന്ന ആത്മമണ്ഡലത്തിന്റെ ഒഴുക്കിലേക്കാകട്ടെ. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നീ പറയുന്നു എന്നൊരു പ്രവാചകനാക്കണം, നീ പറയുന്നു എന്നെ ഒരു അഭിഷിക്തനാക്കണം. പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വിളിച്ചു പറ ആത്മാവിന്റെ ദൂത്. ഈ ഭാരവം നിന്റെ ദൂത് കേൾക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. നിന്നിലെ ദൈവശക്തി പുറത്തു വന്നുവാൻ, നിന്നിലെ ദൈവശക്തി പുറത്തേക്ക് വരുവാൻ
ദിവസമായി ഈ രാത്രി നിൽക്കുന്ന ആമേ സ്തോത്രം അന്യായ കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇവനകത്തഴിഞ്ഞു തുടങ്ങി, ഇവനകത്തഴിഞ്ഞു തുടങ്ങി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു 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 യേശുവിന്റെ നാമത്തെ തുടങ്ങിക്കഴിഞ്ഞു, യേശുവിന്റെ നാമത്തെ തുടങ്ങിക്കഴിഞ്ഞു. ആമേൻ. ആത്മാവിനെ കാണിക്കുന്നു, ആത്മാവിനെ കാണിക്കുന്നു, ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒരു വലിയ മല, ഒരു വലിയ മല, ഒരു വലിയ മല ബാംഗ്ലൂർ ദൈവസഭയുടെ ബന്ധത്തിൽ ഏറിയ വർഷങ്ങൾ കൊണ്ട് വെല്ലുവിളിച്ചെന്ന് വളർന്നു പൊങ്ങി നിൽക്കുന്ന ചില മലകൾ യേശുവിന്റെ നാമത്തിൽ എന്നേക്കുമായി അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകും ഒരു കാഴ്ച നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. യേശുവിന്റെ നാമത്തിൽ ആത്മാവിനെ ഒതുക്കുവാൻ കഴിയുകയില്ല. നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തിയെ പട്ടയുവാൻ ഒരു ഇരുളിന്റെ അധികാരത്തിലും ഇന്ന് രാത്രി കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ആരാധിച്ച് എന്തോ ദൈവാത്മാവ് വീണ്ടും എന്നോട് പറയുന്നു, ദൈവാത്മാവ് എന്നോട് വീണ്ടും എന്നോട് പറയുന്നു, നീ ആരെന്ന് ഈ ഭാരതം അറിയുവാൻ, നീ ആരെന്ന് നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം എന്തെന്നറിയാൻ നിന്നിലെ അഭിഷേകം പുറത്തു വരണം, നിന്നിലെ അഭിഷേകം പുറത്തു വരണം. അന്ന് ശൗല് ചോദിക്കും, ഇവന്റെ അപ്പനാര്, ഇവൻ ആരുടെ മകൻ, ഇവന്റെ ഗോത്രമേത്, ഇവന്റെ വംശമേത്, ഇവൻ ഏത് ബൈബിൾ കോളേജിൽ പഠിച്ചു, ഇവൻ എവിടെയാ പഠിച്ചത്, ഇവന്റെ ഗുരുത്വമാര്, ഇവന്റെ ഗുരുവാര്, ഇവൻ എവിടെ നിന്ന് വന്നു, ഇവൻ എവിടെ നിന്ന് കയറി വന്നു, ഇവന് അഭിഷേകം എവിടെ എന്ന് ഏലാ താഴ്വരയിൽ ഒരു ശബ്ദം ഒരിക്കൽ കൂടെ മുഴങ്ങണമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കൃപ, നിന്റെ മേൽ കിടക്കുന്ന ദൈവശക്തി ഇരിക്കുന്ന കസേരയിൽ നിന്ന് ഇളകി ഈ രാത്രി ഈ ജനത്തിന്റെ ഇടയിലേക്ക് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അതേ ഈ രാത്രി ഒരു പുതിയ തിരിവിലേക്ക്, ഒരു പുതിയ ഒഴുക്കിലേക്ക്, ഒരു പുതിയ മണ്ഡലത്തിലേക്ക് ദൈവാത്മാവ് ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി കൊണ്ടുവരും ഒരു കാഴ്ച ഞാൻ ആത്മാവിന്റെ മണ്ഡലത്തിൽ കാണുന്നു. ഓ രക്തദാന ജയ പരിശുദ്ധാത്മാവ് നന്ദിയോടെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയം. ഇവിടെ ആരെന്നുള്ളവല്ല വിഷയം, നീ ആരെന്നുള്ളവല്ല വിഷയം, നീ എവിടെ നിന്ന് വന്നു എന്നുള്ളവല്ല വിഷയം, നിന്റെ അഭിഷേകമാണ് ഇവിടുത്തെ പ്രാധാന്യം. രക്തം ജയം, രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മയോട് സ്തോത്രം ചെയ്യുന്നു. പൗലോസിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. പൗലോസ് അത് പുറത്ത് തള്ളിക്കൊണ്ടിരുന്നു. അവസാനം പൗലോസിന്റെ കർച്ചിപ്പിൽ പോലും ദൈവശക്തി പ്രകടമായി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ആത്മാവിനെ പുറത്തേക്ക് തള്ളുന്നവർ എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കല്ലുപോലിരിക്കുന്ന കല്ലഭിഷേകമുള്ളവരെ കുറിച്ചല്ല. നമ്മയോട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ ആ അഭിഷേകം തുടുമ്പുന്ന അഭിഷേകമാണ്, ജീവനുള്ളതാണ്, അത് ശക്തിയുള്ളതാണ്, അത് മലകളെ അവൻ നീക്കുന്നതാണ്, അത് ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. ആ അഭിഷേകത്തിന്റെ മുന്നിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നവന്റെ സാരം ഒരു പ്രസംഗം കേൾക്കേണ്ട രാത്രി അല്ല ഇത്. ഇന്ന് രാത്രി നിന്നിലെ അഭിഷേകം നിന്നിൽ പുറത്തേക്ക് തള്ളണം. അത് തള്ളിക്കഴിയുമ്പോഴാണ് നിന്റെ വായിലെ കെട്ടുകൾ പൊട്ടുന്നത്, നിന്റെ നാവിലെ ബന്ധനം അഴിയുന്നത്, നീ നാവെടുത്ത് സംസാരിക്കുന്നത്, നീ നാവ് അനക്കി പ്രവചിക്കുന്നത്, നീ നാവ് ഇളക്കി നീ അറിയാത്ത നിലകളിൽ ആത്മാവ് ഉച്ചരിപ്പാൻ വരുന്ന ഭാഷകളിൽ പോരിന്റെ മണ്ഡലങ്ങള് നീ തകർക്കുന്നത് നിന്നിലെ ശക്തി പുറത്ത് തള്ളുമ്പോഴാ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. കാരാഗൃഹത്തിനകത്ത് പൗലോസും ശീലാസും ആത്മാവിനെ പുറത്തേക്ക് തള്ളി. കാല് ചങ്ങലയിൽ, ആമത്തിൽ ചങ്ങലയിൽ, ആമൽ കയ്യും കാലും ആമത്തിലും ചങ്ങലയും കിടക്കുമ്പോൾ ആത്മാവിനെ പുറത്തേക്ക് തള്ളി. അത് അടിസ്ഥാനത്തിലേക്ക് ഇറങ്ങി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങള് അത് ഇളക്കി മറിച്ച് ദൂരെ കളഞ്ഞു. വിശ്വസിക്കാമോ? വാതിലുകൾ തുറന്നു. ഇന്ന് രാത്രിയിൽ അത് ഇവനകത്ത് സംഭവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രി മെസ്സേജ് കേൾക്കുന്ന രാത്രിയല്ല, വിട്ടതൽ കൊണ്ട് എഴുന്നേൽക്കുന്ന വിടവലിന്റെ രാത്രി. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ പുതിയൊരു ഒഴുക്കിലേക്ക് ഇന്ന് രാത്രി ദൈവം ജനത്തെ കൊണ്ടുപോകും ഒരു കാഴ്ച ഇന്ന് രാത്രി ദൈവാത്മാവിൽ കാണുന്നു. അഭിഷേകം പുറത്തേക്ക് തള്ളുമ്പോൾ കീറി മാറുന്നത് നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന സിംഹശക്തികളാണ്, നിനക്ക് വരെ നിൽക്കുന്ന കരടി ശക്തികൾ, നിനക്ക് വരെ നിൽക്കുന്ന ഗോലിയാഫിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ തകർന്നുടയുന്നു, തകർന്നുടയുന്നു, തകർന്നുടയുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? കരങ്ങളെ തട്ടി സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ.
ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയം. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജനം ഒരുമിച്ച് കൃപയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് നിറഞ്ഞു തുള്ളുന്നത്. അഭിഷിക്തനത്ര ശക്തനായ ദൈവദാസൻ എന്ന് പറഞ്ഞാലും ജനം ദൈവശക്തിക്ക് വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ അവിടെ ഒന്നും സംഭവിക്കപ്പെടുന്നില്ല. ചില CD കാസറ്റുകൾ, ചില ഉണർവുകളെ കുറിച്ച് ഞാൻ കണ്ടപ്പോൾ കണ്ട കാഴ്ച, ജനവും ശുശ്രൂഷകനും ഒരുപോലെ നിൽക്കുകയാണ്. ജനവും ശുശ്രൂഷകനും ഒരുപോലെ നിൽക്കുകയാണ്. ജനം വിടുതൽ കാണാൻ കൊതിക്കുന്നു, അതിനു വേണ്ടി അവർ കരയുന്നു, പ്രാർത്ഥിക്കുന്നു, അവർ ദൈവത്തെ സ്തുതിക്കുന്നു, അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ശുശ്രൂഷകനും ഇരട്ടി ശക്തി കയറി വരികയാണ്. ഇതങ്ങനെയല്ല. ഇതിവിടെ നിൽക്കുമ്പോൾ തന്നെ പലരും ഉറക്കം, ഇവിടുത്തെ കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞ്. അതുകൊണ്ടെന്നാ ഉള്ളിൽ തന്നെ ക്ഷീണം തട്ടുന്നു. മമ്മിയോടെ സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ ബാംഗ്ലൂർ ഞങ്ങളുടെ പട്ടണമാണ്, ഞങ്ങളുടെ ദേശമാണ്. ഈ പട്ടണം ദൈവം ഞങ്ങളുടെ കയ്യിൽ തരും എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി ഒരു കൊച്ചു കുഞ്ഞു മരിച്ചുപോയാൽ തള്ള എങ്ങനെ നെഞ്ചിലിടിച്ച് കരയുമോ അതുപോലെ ഒരു ഉണർവിന് വേണ്ടി, വസിച്ചുപോകും ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി കരയുന്ന ജീവിതങ്ങളുടെ കരച്ചിലിനകത്ത് നിന്ന് പുറത്തു വരുന്നതാണ് അത്ഭുതങ്ങൾ. യേശുവിന്റെ നാമത്തിൽ. അതെ, ഇന്ന് രാത്രി ഒത്തിരി പേർ അങ്ങനെയുള്ളവർ ഇതിനകത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി പേർ അങ്ങനെയുള്ളവർ ഇതിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവാത്മാവിൽ ഞാൻ ശക്തമായി കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലവർ നിന്നെ വിട്ടുമാറുന്നു, വിട്ടുമാറാതെ നിൽക്കുന്ന ചിലവർ ഇന്ന് രാത്രി നിന്നെ വിട്ടതോ മാറുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അന്യായ ബന്ധനങ്ങൾ, താഴത്തെ ഭാഗമല്ല, അന്യായ ബന്ധനങ്ങൾ. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട നമുക്ക് നേരെ വരുന്നതായ അന്യായ ബന്ധനങ്ങൾ. സഖികെട്ട് അവസാനം ഞാനൊരു ക്രിസ്ത്യാനിയായി പോയല്ലോ, ഞാൻ സ്നാനപ്പെട്ടു പോയല്ലോ, വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് കൊണ്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക. ഞങ്ങളുടെ ഭാഗത്ത് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കുടിയൻ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും 24 മണിക്കൂർ വെള്ളമടിക്കുന്നവൻ. അവസാനം അവൻ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്നപ്പോൾ അവന് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. നന്ദിയോടെ സ്തോത്രം. അവന്റെ ബന്ധുക്കളും ചർച്ചക്കാരും അവന്റെ മാതാപിതാക്കളും പറഞ്ഞത് അവൻ ഞങ്ങളുടെ സഭ വിട്ടു, പാരമ്പര്യ സഭ വിട്ടു. വെള്ളം അടിച്ച് നടന്നപ്പോൾ ഒരു അച്ഛനും തിരുമേനിയും ആരുമില്ല യവനെ വന്ന് ഉപദേശിക്കാൻ. തൊട്ടടുത്ത സഭയിൽ ഒരു ശുശ്രൂഷകൻ വന്ന് പ്രാർത്ഥിച്ചു, സഹോദരാ നീ രക്ഷിക്കപ്പെടണം, കൃപയിലോട്ട് വരണമെന്ന് പറഞ്ഞ് ദൈവകൃപ ഏറ്റെടുക്കാൻ വന്നപ്പോൾ നമ്മയോട് അവസാനം അവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, തീരുമാനമെടുത്തു, സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കൃപയിൽ വന്നപ്പോൾ അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അവന്റെ ഓഹരി കൊടുത്തില്ല. അവസാനം അവന്റെ വിവാഹത്തിന് പോലും ആവേശത്തോടെ ബന്ധുക്കൾ പലരും സഹകരിച്ചില്ല. ഇതൊക്കെ അന്യായങ്ങളാണ്. ഇതൊക്കെ പിശാച് കെട്ടിച്ചമയ്ക്കുന്ന, പിശാച് കൊണ്ടുവരുന്ന മണ്ഡലങ്ങളാണ്. ഈ ഭാഗങ്ങൾ വരുമ്പോഴാണ് നമ്മൾ വേദനിക്കപ്പെടുന്നത്. നമുക്ക് ലഭിക്കേണ്ട അംഗീകാരങ്ങളും വിടുതലും നന്മകളും ഉയർച്ചകളും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ട് പിശാച് നിനക്കെതിരെ, ബന്ധുക്കൾ, ചർച്ചക്കാർ, കൂടപ്പിറപ്പുകൾ, സമൂഹം, ലോകം ഒക്കെ നിനക്കെതിരായി നിന്ന് വെല്ലുവിളിച്ച് നിന്റെ അവകാശത്തെ ഒരു കാരണമില്ലാതെ ബന്ധിക്കുമ്പോൾ അറിയാതെ നമ്മൾ കരഞ്ഞുപോകും. കർത്താവേ, നിന്നെ അറിഞ്ഞത് കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. ഈ നിലകളിൽ മണവാട്ടി സഭയെ ഈ വിധത്തിൽ നിന്നെ വേദനിപ്പിക്കുന്ന, നീ ജോലി ചെയ്യുന്ന ഓഫീസിനകത്ത് നീ ഒരു പെന്തിക്കോസുകാരി, നീ എന്റെ ഭാഷ പറയുന്നവൾ, നീ ആരാധിക്കുന്നവൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആ മണ്ഡലം, ഇതൊക്കെ അന്യായങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മയോടെ സ്തോത്രം. ലോകമോഹങ്ങളിലൊക്കെ ജീവിച്ച് പാപത്തിൽ ജീവിച്ചിരിക്കുന്നതിലൊക്കെ നമ്മയോട് നീ ഇഷ്ടം പോലെ കളിയാക്കിക്കും. ഇത് ദൈവത്തെ ആരാധിച്ച് ബൈബിളും ചുമന്ന് ദൈവത്തെ സ്തുതിച്ച് ആർക്കും ഒരു ശല്യമില്ലാതെ ദൈവത്തെ സ്തുതിച്ച് മറ്റുള്ളവർക്ക് ഒരു നല്ല അഭിമാനവും വിടുതലുമായി തീർന്നുകൊണ്ടിരിക്കുന്ന നിന്നെ പട്ടണവാവിൽ, ബന്ധുക്കളുടെ മടിവിൽ, നാൽക്കവലയിൽ 4 പേരുടെ ചുവടിച്ച് 4 പേർ കൂടുന്ന നാൽക്കവലയിൽ വെച്ചൊക്കെ നിന്നെ നിന്ദിക്കുകയും പരിഹാസിക്കുകയും ചെയ്യുന്നതാണ് അന്യായങ്ങളിൽ വരുന്ന പോരാട്ടങ്ങൾ. ആ വിധത്തിൽ വരുന്ന മണ്ഡലങ്ങളുടെ മടിയിൽ നിരാശപ്പെടുകയല്ല വേണ്ടത്, അതൊക്കെ അങ്ങ് അഴിച്ചു ദൂരെ കളയണം. നമ്മയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അത് അഴിച്ചങ്ങ് ദൂരെ കളഞ്ഞാൽ അതങ്ങ് താനെ അങ്ങ് പോകും. ഇത് അഴിക്കാൻ വേണ്ടി ദൈവം സ്ഥാപിക്കപ്പെട്ട ഒരു മനോഹരമായ ശുശ്രൂഷയാണ് ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം ഈ സഭയ്ക്ക് നേരെ കയറി വന്ന 100 കണക്കിന് അന്യായ കെട്ടുകൾ അഴിച്ച് ഈ ബാംഗ്ലൂരിന്റെ പട്ടണത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അതിന്റെ മണ്ടേ കൂടെയാണ് ഇന്ന് നീ ചവിട്ടി ആരാധനയ്ക്ക് ഇവനകത്ത് വന്നു എന്നുള്ള വെളിപ്പാട് പ്രാപിച്ചെടുക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ.
ഒന്നുകൂടെ ഞാൻ ആ വിഷയങ്ങൾ പറയാം. യേശുവിൽ നീ വിശ്വസിക്കുന്നത് കൊണ്ട് പിശാച് നിനക്കെതിരെ, ലോകം നിനക്കെതിരെ, മറ്റുള്ളവർ നിനക്കെതിരെ. നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ നിനക്കെതിരെ. എന്റെ സഭയിൽപ്പെട്ട ഒരു വിശ്വാസി മിക്കവാറും ഒരു സ്തോത്രം 2-3 കവറിൽ ബൈബിൾ ഇട്ട് 2 ബസ് കയറി വരുന്ന വ്യക്തിയാണ്. ബൈബിൾ അതിനെ ആരും കാണാതെയൊക്കെ കൊണ്ടുവരുന്നു. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച നല്ലതുപോലെ അന്യഭാഷ പറഞ്ഞൊരു പുള്ളിയാ. പക്ഷേ ആരാധനയ്ക്ക് വരുമ്പോൾ ബൈബിൾ നല്ല കാര്യം തന്നെ, ബൈബിൾ മഴമനയാതെയും സൂക്ഷിച്ചും കൊണ്ടുവരുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആരും കാണാതെ കണ്ട നാണക്കേടല്ലേ എന്ന നിലയിൽ ഈ ബൈബിൾ ചുമന്നുകൊണ്ട് അങ്ങനെ 100 സ്തോത്രം കവറിനകത്തിട്ട് പൊതിഞ്ഞ് ഒക്കെ കൊണ്ടുവരുന്നത് അത് ശരിയുള്ള കാര്യമല്ല. അതിന്റെ കാര്യം എന്താ? ബൈബിൾ കണ്ട നാണക്കേടാണ്. ബൈബിൾ ബസ്സിൽ വെച്ച് ബൈബിൾ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാൽ പള്ളി പോകുകയല്ലേ? നോക്കിക്ക്, വെള്ളം പിടിച്ചെടുക്കുന്നതാണോ അഭിമാനം? നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വായി തോന്നിയൊക്കെ വിളിച്ച് മടക്കുന്നതാണോ അഭിമാനം എന്ന് പറയുന്നത്? നന്ദിയോടെ സ്തോത്രം. മറ്റ് അടിപിടി, കഞ്ചാവ്, അതുപോലെയുള്ള പാപമണ്ഡലങ്ങളിൽ ജീവിക്കുന്നതാണോ അഭിമാനം? അതോ ഈ കറുത്ത ബൈബിളും ചുമന്നുകൊണ്ട് ധൈര്യത്തോടെ പട്ടണത്തിന്റെ മടിവിൽ ഉള്ള വസ്ത്രം തേച്ച് കഴുകി മിനുക്കി മനോഹരമാക്കി ഉടുത്തൊരുങ്ങി ദൈവത്തെ സ്തുതിക്കുന്നതാണോ അഭിമാനം? അപ്പോൾ ആത്മീക ജീവിതത്തിനെതിരെ പത്രോസ് പറയുന്നത്, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഏവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഭക്തിയോടെ ജീവിക്കുന്ന ഏവർക്കും ഉപദ്രവം ഉണ്ടാകും. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ഞാൻ പോകുന്നത് പോലെ തിരിച്ചു വരും. നിങ്ങൾക്ക് ഭവനമൊരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും ചേർക്കുവാൻ മധ്യാകാശത്ത് ഞാൻ വെളിപ്പെടും. പ്രത്യാശയുടെ 100 വാക്യങ്ങളാണ് ദൈവം നമുക്ക് വാരിക്കോരി തന്നിരിക്കുന്നത്. വിഷയം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഉള്ളിനകത്ത് നിരാശപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന ഒട്ടനവധി വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് കയറി വരുന്ന അന്യായമായ മണ്ഡലങ്ങൾ, നമ്മളെ സ്നേഹിച്ചവരിൽ നിന്ന്, വളർത്തിയവരിൽ നിന്ന്, നമ്മൾ പിടിച്ച് കൈ ഉയർത്തിയവരിൽ നിന്ന്, അതുപോലെ നമ്മളെ പ്രാണസ്നേഹിതൻ എന്ന് വിശ്വസിച്ചവരുടെ ഇടയിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മൾ വളരെ വളരെ എന്നെ ഒരിക്കലും അയാൾ വിട്ടുപോകത്തില്ല, അല്ലെങ്കിൽ അയാൾ ഒരിക്കലും എന്നെ സ്നേഹിക്കാതിരിക്കുകയില്ല, എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി എന്നെ മരണം വരെ, എന്റെ കുഴിമാടം വരെ കൂടെ കാണും, എന്റെ മൂക്കിൽ ജീവശ്വാസം പോകുന്നത് വരെ അവൻ എന്റെ കൂടെ കാണും എന്ന് നമ്മൾ പറയുന്ന വ്യക്തികൾ വരെ നമ്മളെ വിട്ടുമാറി നമ്മൾ ചെയ്യാത്തതും കാണാത്തതും പ്രവർത്തിക്കാത്തതുമായ കാര്യങ്ങൾ നമുക്കവരെ എഴുതിയും നമുക്കവരെ പറഞ്ഞു ഒക്കെ മടക്കുമ്പോൾ അതൊക്കെ അന്യായങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ആ വിധമായ മണ്ഡലങ്ങളിൽ വേണ്ട, എന്തിനാ പ്രാർത്ഥന, എന്തിനാ എന്ന തടവറക്കകത്ത് നിന്നെ ഒതുക്കി കെട്ടുവാൻ പിശാച് ചങ്ങലയും കൂടുമായി ആ നിമിഷം തന്നെ ആ സ്ഥലത്ത് വരും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ജയം. അപ്പോഴപ്പോഴായിട്ട് വരുന്ന അന്യായ ബന്ധനങ്ങൾ അപ്പോഴപ്പോഴവനെ അഴിച്ചു മാറ്റാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ആലോചന പറയുന്നത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ആഹാബ് രാജാവ് ചോദിക്കുന്നു, സ്തോത്രം, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരണം. മനോഹരമായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. എന്നാൽ ആഹാബ് രാജാവിന് ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്, ഇഷ്ടം പോലെ മുന്തിരിയുണ്ട്, ഇഷ്ടം പോലെ സ്തോത്രം അവന് വസ്തുക്കളുണ്ട്, മുന്തിരിത്തോട്ടങ്ങളുണ്ട്. ഒരൽപ്പം ഭൂമിയിൽ മനോഹരമായിരിക്കുന്ന അവയവന്റെ പിതാക്കന്മാരുടെ അവകാശങ്ങള് കാത്തു സൂക്ഷിക്കുന്ന ആ ഭൂമിക്കകത്ത് താൻ നട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന മുന്തിരിത്തോട്ടത്തെ ആഹാബ് രാജാവ് പറയുന്നു, എനിക്ക് ആ മുന്തിരിത്തോട്ടം തരണം, നിനക്ക് ഞാൻ കാശ് തരാം, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. അപ്പോൾ നാബോത്ത് പറയുന്ന ഒരു വിഷയം ശ്രദ്ധിക്കണം. സ്തോത്രം, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല. ഇവിടെ ഒരു ന്യായമായ അന്യായമായ 2 മർമ്മങ്ങൾ. ഒന്ന്, മമ്മിയോട് സ്തോത്രം, ഇഷ്ടം പോലെ ഇല്ലേ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആഹാബ് രാജാവിന് ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ ഭൂമിയുണ്ട്. സ്തോത്രം, വളരെ 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 സ്തോത്രം മുന്തിരിത്തോട്ടങ്ങൾ ആഹാബ് രാജാവിനുണ്ട്. പക്ഷേ സ്തോത്രം, ഒരു പാവപ്പെട്ടവന്റെ സ്തോത്രം ഒരു മുന്തിരിത്തോട്ടത്തെ അതിന് മേടിക്കുക, ആ മുന്തിരിത്തോട്ടത്തെ കൈവശമാക്കുവാൻ വേണ്ടി അവനെ ഭീഷണിപ്പെടുത്തുന്നത് അന്യായമാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം, നിന്റെ അവകാശം, നിന്റെ ഓഹരി, നിന്റെ പിതാക്കന്മാരുടെ വീർപ്പിനാലും അധ്വാനത്താലും കൈവിട്ടു പോകാതെ നിന്റെ കൈകളിലേക്ക് വന്ന പിതൃ അവകാശങ്ങളും നന്മകളും അതിന്റെ ഭൂമിയും അതിന്റെ വിടുതലുകളും അതിന്റെ ഉയർച്ചകളും ഇന്നലെ വന്ന ദുഷ്ടശക്തി നിന്റെ അവകാശത്തെ പിടിച്ചു വാങ്ങിച്ച് അവനെ ചീരത്തോട്ടമാക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ അത് അന്യായം തന്നെയാണ്. ഇന്ന് രാത്രി അത് അഴിച്ചു കളയാൻ വേദപുസ്തകത്തിൽ വചനമുണ്ട്. യേശുവിന്റെ നാമത്തിൽ അതാ ദൈവം പറയുന്നത്. ആ അന്യായ ബന്ധനം, ആ അന്യായ കെട്ട്, ആ അന്യായ
ശാപത്തെ നീ അഴിച്ചു കളയണം. നാബോത്ത് എങ്ങനെ അഴിച്ചെന്നറിയാമോ? നാബോത്ത് പറഞ്ഞു, ഇല്ല, നമ്മയോടെ ജീവൻ പോയാലും നീ എന്നെ കൊന്നാലും എന്റെ പിതാക്കന്മാരുടെ അവകാശ ഭൂമി ഞാൻ നിനക്ക് തരികയില്ല. രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഇതിനകത്ത് ഒത്തിരി പേര് ദൈവാത്മാവിൽ കാണുന്നു. നിനക്ക് കിട്ടേണ്ട ഭൂമി അല്ലേ? നമ്മയോട് സ്തോത്രം. രണ്ടു മക്കൾക്കും വീതം വയ്ക്കുമ്പോൾ ലഭിക്കേണ്ടത്. നീ ഒരു ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് ഇന്ന് വരെ നിനക്ക് ലഭിക്കാത്ത ഭൂമി, സ്തോത്രം, എന്നാൽ നിന്റെ കൂടപ്പിറപ്പിന് എഴുതി കൊടുത്തു. നീ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, നീ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് നിനക്ക് തരാതിരിക്കുന്നെങ്കിൽ അത് അന്യായം. യേശുവിന്റെ നാമത്തിൽ ആ കെട്ടിനെ അഴിക്കാനാ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുന്നത്. യേശുവിന്റെ രക്തത്തെ രണ്ടാമത്തെ മർമ്മം, വയറുകൾ വലിച്ചെറുക്കി കെട്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് നീ പ്രാപിച്ചെടുത്ത ദൈവ കൃപകളെ ഇന്ന് രാത്രി അതെനിക്ക് താ, വേറൊന്നും നിനക്ക് തരാമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നീ ഏറ്റെടുത്ത ദൈവകൃപയെ മസിപ്പിച്ചാൻ സ്ഥാനത്ത് നിന്നെ ആമെ ചീരത്തോട്ടമാക്കുവാൻ ഇന്ന് രാത്രി നിനക്കെവരെ വെല്ലുവിളിക്കുന്ന അശുദ്ധ മണ്ഡലങ്ങൾ, ഇത് ആത്മിക രഹസ്യ ജീവിതത്തിലെ പോരാട്ടമാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആഭിനെയും പിഴവേടെ തെറിഞ്ഞ് ഈ രാത്രിയിൽ തകർത്ത് കളയുവാൻ ആത്മാവിന്റെ പുതിയ സാന്നിധ്യവും ദൈവകൃപ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം. നൈമിഷികങ്ങളാകുന്ന പാപത്തിന്റെ മുന്നിൽ ഇന്ന് രാത്രി നീ പ്രാപിച്ച ദൈവകൃപയെ എറിഞ്ഞു ഒട്ടച്ചു കളയരുത്. നീ പ്രാപിച്ചെടുത്ത ദൈവകൃപയെ ഒരു പാപത്തിന്റെ മുന്നിൽ അടിയറ വയ്ക്കരുത്. യേശുവിന്റെ രക്തത്താൽ ജയം. അവനറിയാ ദൈവം എനിക്ക് തന്നതാണ്, ചീരത്തോട്ടമാക്കുവാൻ ഞാൻ കൊടുക്കുകയില്ല. അവൾ പിടിച്ച വസ്ത്രത്തെ വലിച്ച് എറിഞ്ഞ് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൻ ഓടുന്നു. കാരണം അവനറിയാ എന്റെ ശരീരം ഇതൊരു മുന്തിരിത്തോട്ടമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ വായിക്കുന്നത്, ജോസഫ് ഫലപ്രദമായ മുന്തിരിവള്ളി. ഹല്ലേലൂയ. അത് മതിലിന്റെ മുകളിൽ പടർന്ന് കയറുകയാണ്. ജോസഫ് ഫലപ്രദമായ മുന്തിരിവള്ളി. നിനക്കെതിരെ നീ വളരാതിരിക്കുവാൻ എന്തുമാത്രം അവരുകൾ കെട്ടിപ്പൊക്കുമോ അതിന്റെ മുകളിൽ ജോസഫിന്റെ മുന്തിരിവള്ളി പടർന്നു കയറും. യേശുവിന്റെ നാമത്തിൽ കെട്ടിപ്പോക്കും തോറും ഒരു വെളിപ്പാട് പറയാം. രക്തത്താൽ ജയം. നിന്റെ അഭിഷേകം എനിക്ക് തരൂ, ഞാൻ നിനക്ക് പാപം തരാം. രക്തത്താൽ ജയം. നിന്റെ കൃപ എനിക്ക് തരൂ, ഞാൻ നിനക്കൊരു പാപത്തിന്റെ സ്വഭാവങ്ങൾ വരാം. ഇന്ന് രാത്രി നിന്നോട് വെല്ലുവിളിക്കുന്ന ആമേൻ ആഹാബ് രാജാവിന്റെ ഇസബേലിന്റെ ദുർശക്തികൾക്ക് നേരെ ഹല്ലേലൂയ എബ്രായ ലേഖനത്തിൽ പ്രകാരം വായിക്കുന്നു, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം രക്തത്താൽ ജയം. അത്ര അഭിഷേകമാണ് നിനക്ക്, അത്ര ദൈവശക്തിയാണ് നിനക്ക്. നൈമിഷികങ്ങളായ പാപത്തിന്റെ മുന്നിൽ നിന്റെ കൃപയെ അട്ടിയറ വയ്ക്കരുത്. യേശുവിന്റെ നാമത്തിൽ നീ ഉപവസിച്ച്, നീ കരഞ്ഞ്, നീ ദൈവകൃപ ഏറ്റെടുത്ത് പ്രാപിച്ചെടുത്ത ഓരോ അന്യ ഭാഷയും അത് ഭയങ്കര സ്ഫോടകാത്മകമാണ്. തിരിച്ചറിയുക. യേശുവിന്റെ നാമത്തിൽ ആകാബ് രാജാവ് ചോദിക്കുന്നു, ആ മുന്തിരിത്തോട്ടം എനിക്ക് തരൂ, ഞാൻ നിനക്ക് മറ്റൊരു സ്ഥാനം വരാം. ആ മുന്തിരി വള്ളികളെ പിടിപറഞ്ഞിട്ട് ഞാൻ ചീരത്തോട്ടമാക്കുവാൻ പോകുന്നു. ഇന്ന് രാത്രി ഞാൻ കാണുന്നു, ഒരിക്കൽ മുന്തിരി വള്ളിയായിരുന്നു, ഇപ്പോൾ ചീരത്തോട്ടമായിരിക്കുന്ന വ്യക്തികൾ ഈ രാത്രി ഇവനകത്തുണ്ട്. എന്നാൽ ഈ രാത്രിയിൽ നീ പറ, കർത്താവേ, ഈ ദൂതിന്റെ മേൽ അന്യായമാ എന്റെ ജീവിതത്തിൽ കയറി വന്നെന്റെ കൃപയാപകരിച്ച് എന്റെ ജീവിതത്തിൽ തകർത്ത മുട്ടിച്ചതായ ആവേലിന്റെ ഈ ആമേൻ ആകാബ് രാജാവിന്റെയും ഇസബേലിന്റെയും ദുർമനസാക്ഷിയുടെ ദുർബന്ധനത്തിന് നടുവിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ആത്യന്തികമായ ഒരു വിടുവാൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏവോ രഹസ്യ ബന്ധങ്ങൾ ഈ രാത്രി പൊട്ടിമാറുന്നു. ഏവോ ചില രഹസ്യ പാപബന്ധനങ്ങൾ, ഏവോ ചില രഹസ്യ ബന്ധനങ്ങൾ, ഏവോ ചില രഹസ്യ പാവക്കെട്ടുകൾ, ഏവോ ചില രഹസ്യ ദുർബന്ധനങ്ങൾ ഈ രാത്രി നിന്റെ ശരീരത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. Glory to God. Hallelujah. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Hallelujah. വളരെയധികം ഭൂമിയുള്ള, വളരെയധികം വസ്തുക്കളുള്ള, വളരെയധികം ഭൂമികളുള്ള ഇസ്രായേലിന്റെ രാജാവായിരിക്കും ആഹാബ് രാജാവ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചോദിച്ചത് സ്തോത്രം വെറും അന്യായമാണ്. പക്ഷേ സ്തോത്രം എന്താ ചെയ്യുമെന്നറിയാമോ? കൊടുക്കാതെ വന്നപ്പോൾ അവൻ പട്ടിണി കിടന്നു. അവൻ കിടന്നുറങ്ങി. അവൻ ആഹാരം കഴിക്കാതെ അവൻ പട്ടിണി കിടപ്പാനിടയായി. അവന്റെ ഭാര്യ വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ പട്ടിണി കിടക്കുന്നത്? രാജാവ്
പറഞ്ഞു, എനിക്ക് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം വേണം, എനിക്ക് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം വേണം. ശ്രദ്ധിക്കണം, നിന്റെ കൃപയെ തകർക്കുന്നത് വരെ ശത്രു കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. നിന്നെ ചീരത്തോട്ടമാകുന്നത് വരെ, നിന്നെ ചീരത്തോട്ടമാക്കുന്നത് വരെ പിശാച് ശക്തിയോടുകൂടെ നിന്നോട് പോരാടിക്കൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, രക്തത്താലും ജയം. 40 ദിവസം ഉപവാസം ഇരുന്ന് ദൈവകൃപ പ്രാപിച്ചിട്ട് ഇറങ്ങി വരുന്ന മോശ വയറ് വലിച്ചുറുക്കി കെട്ടി ദൈവസന്നിധിയിൽ ഇരുന്നതിന്റെ അവസാന ദിവസം ദൈവം കൊടുത്തതായ കൽപ്പനകളെ ഇസ്രായേൽ പാപം ചെയ്ത് കാളക്കുട്ടി ആരാധിക്കുന്നത് കണ്ടപ്പോൾ കോപം പൂണ്ട മോശ അവനെ സീനായി മലയുടെ അടിവാരത്തേക്ക് വലിച്ച് എറിഞ്ഞ് കളഞ്ഞതുപോലെ ഈ രാത്രി ദിവസങ്ങൾ ജോലി, കൂലി, ജീവിതത്തിന്റെ ഫലവിധമായ ബന്ധപ്പാടുകളെല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഒരു വിടുവലിന് വേണ്ടി ഇരുന്ന് നീ പ്രാപിച്ചെടുക്കുന്ന ദൈവകൃപ നിസ്സാരം ഒരു കാളക്കുട്ടിയുടെ മുന്നിൽ, ഒരു പോരാട്ടത്തിന്റെ മുന്നിൽ ഇന്ന് രാത്രി നീ വലിച്ചു എറിയരുത്. പിശാചിന്റെ മണ്ഡലങ്ങളും അവന്റെ സാന്നിധ്യ ബോധങ്ങളും ആത്മമണ്ഡലത്തിൽ മനസ്സിലാക്കി ഇന്ന് രാത്രിയിൽ ദൈവം എനിക്ക് നൽകിയ ദൈവത്തിന്റെ കൃപയെ ഭദ്രമായ ഇടയ സഞ്ചിക്കകത്ത് വെച്ച് സൂക്ഷിച്ച് എറിയേണ്ട സമയങ്ങൾ എറിഞ്ഞ് ഹല്ലേലൂയ ഈ ഭാരത മണ്ണിൽ അട്ടക്കി ഭരിക്കുന്ന അന്യ ബന്ധനങ്ങളുടെ മധ്യത്തിൽ ജയാളിയായി തീരുവാൻ ഈ രാത്രി ഒരു പുതിയ ആത്മനിറവിന്റെ ഒഴുക്കിലേക്ക് ദൈവം നിന്റെ കാലുകളെ, നിന്റെ ശരീരത്തെ, നിന്റെ ബുദ്ധിയെ, നിന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളെ ഒരു പ്രത്യേക അധികാരത്തിലേക്ക് ഇന്ന് രാത്രി ദൈവം കൊണ്ടുവരുന്നു. 10,000ങ്ങളിൽ സുന്ദരനായ കർത്താവിന്റെ പൊന്നുനാമം ഇന്ന് രാത്രി ഇവനകത്ത് മഹത്വമുണ്ടാകട്ടെ. മാറത്ത് പഞ്ചങ്ങൾ കിട്ടിയവനായി വെള്ളോടനും സദൃശ്യമായ കാലുകളോടുകൂടെ അഗ്നി ജ്വാലക്കത്ത കണ്ണുകളോട് തേജസ് വാരി അണിഞ്ഞവൻ 7 നിലവിളക്കിന്റെ മടുവിൽ നിലയങ്കി ധരിക്കുന്ന യേശു ഇന്ന് രാത്രിയിൽ ഇവനകത്ത് നടക്കുകയാണ്. ഞാൻ യേശുവിനെ കാണുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ സാന്നിധ്യം ഈ രാത്രി ഞാൻ അനുഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പാപത്തോട് പോരാടുന്നവർ പ്രാണത്യാഗത്തോട് ഉറച്ചു നിൽക്കുന്ന നാമത്തിന് വേണ്ടി ന്യായം വെളിപ്പെടുത്തിയ ദൈവം കരമടിച്ച് സ്തോത്രം ചെയ്യേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്റെ കൈവിട്ടുപോയ ഭൂമി, നിനക്ക് ലഭിക്കുന്ന അവകാശം നിന്റെ കയ്യിലേക്ക് അത് മടങ്ങി വരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ കൈകളിലേക്ക് അത് മടങ്ങി വരുന്നു. നിന്റെ കൈവിട്ടുപോയ അവകാശങ്ങൾ വിശ്വസിക്കാമോ? അവേ നിന്റെ അടുക്കിലേക്ക് അത് മടങ്ങി വരുന്നു. ആത്മാവ് ഞാൻ കാണുന്നു, അത് മടങ്ങി വരുന്നത്, മടങ്ങി വരുന്നത്, മടങ്ങി വരുന്നു. ഉറക്കെ 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 യേശുവിന്റെ നാമത്തിൽ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ നിന്റെ മാതാപിതാക്കൾ നിന്നെ വീട്ടിലേക്ക് വിളിച്ച് ആധാരം എഴുത്താഫീസിൽ കൊണ്ടുപോയി നിന്റെ ഭൂമി നിന്റെ പേരിൽ പ്രമാണം ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ വലത്തും നിന്റെ ഇടത്തും നിന്ന വ്യക്തികളെ അടർത്തിക്കൊണ്ടുപോയി യേശുവിന്റെ നാമത്തിൽ നിന്റെ മന്മയെ അപഹരിച്ച് ചീരത്തോട്ടമാക്കിയ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ദൈവം അവന്റെ അടിസ്ഥാന മണ്ഡലങ്ങളിൽ അവിശക്തമായൊരു ഒഴുക്കയച്ച് നിന്റെ അവകാശം നിന്നിലേക്ക് വിശ്വസിക്കാമോ? യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാമോ? എവിടെയൊക്കെ എവിടെ വില നടക്കുന്നു, ആരോട് ജീവിതത്തിലൊക്കെ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെട്ട് വരുന്നു. കാട് കയറി കിടക്കുന്ന ഭൂമി ഇന്ന് രാത്രി നിന്റെ കയ്യിലേക്ക് എഴുതി ദൈവം തരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ നിനക്ക് ലഭിക്കേണ്ട അവകാശ തകർത്ത മണ്ഡലം ഇന്ന് രാത്രി ദൈവം അഴിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ തലമുറയെ ചീരത്തോട്ടമാക്കിയ ആകാവിസഭേലിന്റെ ഗൂഢാലോചനയെ ഇന്ന് രാത്രി പെരുവിലെ പട്ടികൾ കൊടിച്ച് പറിച്ച് പിന്നെ കുടൽ മാലകൾ ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ ചിതറിക്കുമാർ ദൈവത്തിന്റെ നീതിയുടെ കരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരുടെയൊക്കെ കുടുംബത്തിനകത്ത് ദൈവാത്മാവ് ചെയ്യുന്ന ഒരു വെളിപ്പാട് ഞാൻ കൃപയുടെ ആഴത്തിൽ രാത്രി കാണുന്നു. വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവകൃപ ഏറ്റെടുത്ത നിന്റെ കയ്യിലുള്ള ഒരു നന്മയും ശത്രുവിന്റെ പാളയത്തിൽ കിടക്കുകയില്ല, ഇരുളിന്റെ അധികാരത്തിന്റെ പാളയത്തിൽ കിടക്കുകയില്ല. എത്ര ശക്തമായ ഗൂഢാലോചനകൾ നിനക്കവരെ കടന്നു വന്നാലും ആ ഒരു ശക്തിക്ക് നിന്നെ നിന്റെ അവകാശത്തെ ആധിപത്യം പ്രാപിച്ച് ഒതുക്കുവാൻ കഴിയുന്നതല്ല. അല്ല അല്ല ശക്തിയോടെ 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 അതെ ഈ രാത്രി ദൂതിന്റെ പുറകെ ഒരു വിടവൽ, യേശ് ദൂതിന്റെ പുറകെ ഒരു വലിയ വിടവൽ, രക്തത്താൽ ജയം, മന്നയുടെ പുറകെ ഒരു കാടപ്പക്ഷി ഇന്ന് രാത്രി അത് നിന്റെ ഹൃദയത്തിനകം നിറഞ്ഞ് സന്തോഷിക്കത്തക്ക വിധത്തിൽ 27ാമത്തെ രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ പെയ്തിറങ്ങുന്ന ആത്മസാന്നിധ്യത്തിനായി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഉറക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ.
അവസാനം ആഹാബ് രാജാവിന്റെ പട്ടിണി കണ്ട ഈസബേൽ തന്റെ ഭാര്യ പറഞ്ഞു, പേടിക്കണ്ട, കാര്യങ്ങൾ ക്രമീകരിക്കാം. നമുക്കറിയാം ചരിത്ര പശ്ചാത്തലങ്ങൾ. അവസാനം ഗൂഢാലോചനകൾക്ക് വേണ്ടി രണ്ട് വ്യക്തികളെ ഒരുക്കി ഇസബേൽ നാബോത്തിന് വിരോധമായി സാക്ഷി പറയിപ്പിച്ചു. അവസാനം അവനെ കല്ലുകൊണ്ട് എറിഞ്ഞവനെ കൊന്നു. അവൻ കൊല്ലുമ്പോഴും വിളിച്ചു പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ കൊടുക്കുകയില്ല, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ കൊടുക്കുകയില്ല. ശ്രദ്ധിക്കണം, ന്യായത്തിന് വേണ്ടി നീ ദൈവകൃപയിൽ പിടിച്ചു നിന്നാൽ വക്രവനോട് വക്രത കാണിക്കുന്ന ദൈവം നിനക്ക് അനുകൂലമായി വെളിപ്പെടുന്ന ആളുകൾ വിദൂരങ്ങളല്ല. യേശുവിന്റെ നാമത്തിൽ നീ ചെയ്യുന്ന ജോലി സ്ഥലത്ത് നിന്റെ അവകാശം, നിന്റെ ഓഹരി, നിനക്ക് ശേഷം വന്ന ജൂനിയറിനെ ഉയർത്തി വളരെ വർഷങ്ങൾ സ്ഥാപനത്തെ കഷ്ടപ്പെടുന്ന നിന്റെ അവകാശത്തെ വെട്ടി തകർത്ത് നിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥ നിന്നെ ഒതുക്കുന്ന അതേ മാനേജ്മെന്റിനോട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ വിടപെടുകയും 40 കഴിയണ്ട ഉപവാസ പ്രാർത്ഥന മടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർക്ക് പ്രമോഷൻ, ഇംപ്രൂവ്മെന്റ്, ജീവിതത്തിൽ ഉയർച്ച, പുതിയ വാഹനങ്ങൾ, വിശാലതകൾ, ഓഫീസുകൾ, ഇരിപ്പിട മാറ്റങ്ങൾ, ക്രമീകരണങ്ങൾ ഇന്ന് രാത്രി ഒത്തിരി പേരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആത്മാമണ്ഡലത്തിൽ ഈ രാത്രി ഞാൻ ശക്തിയോടെ കാണുന്നു. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. രക്തത്താലും ജയം. ഹല്ലേലൂയ. അവസാനം ദൈവം ന്യായം നടത്തി. വിശുദ്ധിക്ക് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി, വാഗ്ദത്ത അവകാശം വിട്ടുകൊടുക്കില്ലെന്ന് പ്രമാണത്തിന് വേണ്ടി പിടിച്ചു നിന്ന നാബോത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരമിറങ്ങി. ഹല്ലേലൂയ. ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചൊരു കൊടുങ്കാറ്റിനെ പോലെ പടവാളുമായി ആഹാബ് രാജാവിന്റെ രഥത്തിന്റെ മുന്നിൽ ഏലിയാവിനെ സ്വർഗ്ഗം നിർത്തിയിട്ട് പ്രവചിച്ചു, നാബോത്തിനെ എവിടെ വെച്ച് നിൽക്കുന്നു അവിടെ വെച്ച് നിന്റെ ഭാര്യയുടെ തല ചിതറി ആമേ യെരൂശലേമേ ഇസ്രായേലിന്റെ തെരുവീഥികളിലൂടെ അവളുടെ ഉടലുകളെ വലിച്ച് ആമേൻ കീറിക്കളയുന്ന നാളുകൾ വിദൂരമല്ല എന്ന് പറഞ്ഞ് അന്യായം കാണിച്ച ഇരുളിന്റെ മണ്ഡലത്തെ പട്ടണ വാതിൽക്ക് വെച്ച് പട്ടികൾ കടിച്ച് കീറിയതുപോലെ വിശ്വസിക്ക്. യെസ്, ഹല്ലേലൂയ. രക്തത്താൽ ജയം. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. യെസ്, ഹല്ലേലൂയ. ദൈവം പ്രതികാരത്തിന്റെ ദൈവം, ദൈവം സ്നേഹത്തിന്റെ ദൈവം, ദൈവം പ്രതികാരത്തിന്റെ ദൈവം, ദൈവം കൃപയുടെ ദൈവം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുന്നില്ല എന്ന് കണ്ടാൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടുന്ന ദൈവമാണ്. ഇന്ന് രാത്രി നീ വിശ്വസിക്കേ. ഹല്ലേലൂയ. നിന്നെ തകർത്തതായ മണ്ഡലങ്ങൾ ഈ നാളുകളിൽ നിന്റെ കണ്ണിന്റെ മുന്നിൽ പട്ടികൾ കടിച്ച് വലിച്ച് അവയെ കൊണ്ടുപോകുന്ന കാഴ്ചകൾ നിന്റെ കണ്ണാലെ നീ കാണും. നിന്റെ കണ്ണാലെ നീ കാണും. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു വെളിപ്പാട് പറയാം. ഭൂമിക്കകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ വരെ ഭൂമി തുറക്കപ്പെടും. ഭൂമി കടിയിൽ നിന്ന് ആരും വെട്ടണ്ട, മൺവെട്ടി കൊണ്ട് വെട്ടണ്ട. യേശുവിന്റെ നാമത്തിൽ അത് പുറത്ത് ശക്തിയോടെ പുറത്തു വരും. ഹൂറാബാഷ് പാലമരത്തിന്റെ കമ്പ് കൊണ്ട് നിന്റെ ഭാവിയെ ബന്ധിച്ച് കെട്ടുകൾ ഏത് മാന്ത്രിക സ്ഥലത്താണോ അവിടെ അത് എണീറ്റ് വരും. ഭൂമി കടിയിൽ നിന്ന് അത് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ അത് ഇളകി വരും. ഒരു കാഴ്ച ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ കാണുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വെച്ച കാൽവരിയിൽ സാത്താനെ തോൽപ്പിച്ച യേശു ഇന്ന് രാത്രി അനേക കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമിയും ഭൂതലവും യഹോവയ്ക്കുള്ളതാകിയാൽ, ഭൂമിയും ഭൂതലവും യഹോവയ്ക്കുള്ളതാകിയാൽ ഞങ്ങൾ ഒരല്പസ്ഥലം ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ 13ാമത്തെ ഒരു സഭയിലാണ് ഇപ്പോൾ ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്നത്. ഒരു പുതിയ പ്രവർത്തനത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. ആ ദേശത്തിന് വേണ്ടി പലയിടത്തും പോയി വസ്തുക്കൾ വാങ്ങിച്ചു. അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിപ്പാനൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആയിരിക്കുന്ന ഒരു പുതിയ പ്രവർത്തനം ആത്മാക്കളും കൃപയാൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൽ വസ്തു മേടിച്ച് ഒരു ആലയം പണിയാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരു രസീത് അടിച്ചാലെന്ത് എന്നിങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു, ഭൂമിയും ഭൂതലവും എനിക്കുള്ളത്. അമ്മയോട് ഭൂമി എനിക്കുള്ളത്, ഭൂമി എനിക്കുള്ളത്. നീ എന്നോട് ചോദിക്ക്, ഞാൻ നിനക്ക് ഭൂമി തരും. നീ രസീത് അടിക്കണ്ട, നീ ഒന്നും ചെയ്യണ്ട. സ്തോത്രം. നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നെ ഞാൻ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ ഒരു ആലയം ഇരിക്കുവാൻ, യഹോവയുടെ പെട്ടകം വയ്ക്കുവാൻ ഈ ഭൂമിയുടെ ഉടമസ്ഥനായ എനിക്ക് ഭൂമി ഇല്ലെന്നാണോ നീ എന്നോട് പറയുന്നത്? അന്ന് രാത്രി ഞാൻ ആ ദൗത്യം ഉപേക്ഷിച്ചു, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കൃപയാൽ സ്വർഗത്തിലെ ദൈവം അതിന്റെ ക്രമീകരണങ്ങൾ ഈ നാളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയും ഭൂതലവും യഹോവയ്ക്കുള്ളതാകയാൽ നിന്റെ അവകാശം നിന്റെ മടിയിൽ തന്നെ ദൈവം തരാൻ ഇന്ന് രാത്രി ശക്തനാണ്. ആകയാൽ ടെൻഷൻ ആകരുത്, ഭാരപ്പെടരുത്. ഇന്ന് രാത്രി നീ കുലുങ്ങിപ്പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ചഞ്ചലപ്പെട്ടു പോകരുത്. ഒരു അന്യായ ശക്തിക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. നീ കൃപയ്ക്ക് വേണ്ടി നില്ല്. ദൈവം പ്രവർത്തിപ്പാൻ ശക്തൻ തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവസാന
അവസാനം സ്വർഗത്തിലെ ദൈവം കണക്കിന് കൊടുത്തു. ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. ഇന്ന് രാത്രി പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവന്റെ ജീവിതത്തിലേക്ക് അന്യായമായി കടന്നു വന്ന ഏത് രാജവാഴ്ചയെയും പട്ടണ വാവിൽക്ക് വെച്ച് ഉടച്ചു കളയാൻ കഴിയുന്നൊരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ! നമ്മയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആരുണ്ടടാ എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു മനുഷ്യനില്ല. ഒമ്മുശോബന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒമ്മുശോബന്റെ പുസ്തകം 18-ാം അധ്യായം 9-ാമത്തെ വാക്യം. ദാവീദിനോട് കണ്ണുകടി ഉണ്ടായി. നോക്കിക്കേ, അന്യായമല്ലേ കാണിച്ച്. ദാവീദിനോട് കണ്ണുകടി ഉണ്ടായി. ആർക്ക്? ശൗലിന്. എന്തിനാ കണ്ണുകടി ഉണ്ടായത്? ആമേൻ. ഒരു ശക്തി ചില മാസങ്ങളായി വെല്ലുവിളിച്ച്, ആഴ്ചകളായി വെല്ലുവിളിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വാ, ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വാ. ഇസ്രായേലിന്റെ രാജാവ് ഉൾപ്പെടെ സ്തോത്രം ശക്തന്മാരായ പടയാളികൾ ഒരൊറ്റ എണ്ണമില്ല, ഞാൻ ഉണ്ടടാ എന്ന് പറഞ്ഞു കയറി ചെന്ന് അവനോട് യുദ്ധം ചെയ്യാൻ, ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ ഒരൊറ്റ വ്യക്തി പോലുമില്ല. ഈ സമയത്താണ് ദാവീദിനെ ദൈവം രംഗത്ത് കൊണ്ടുവരുന്നത്. സ്തോത്രം. ഈ ശബ്ദം കേട്ടിട്ട് ദാവീദ് പറയുന്നു, ഞാനുണ്ട്. യേശുവിന്റെ ഈ ശബ്ദമാണ് ഇന്ന് രാത്രി ഇവനകത്ത് വ്യാപരിക്കേണ്ടത്. ഞാനുണ്ട്. ഹല്ലേലൂയ! സഹോദരന്മാർ ചോദിച്ചു, നീ പട കാണാൻ വന്നല്ലേ? ഇല്ല. ഇന്ന് രാത്രി ദാവീദിന്റെ ആ ഭാഗത്തോട്ട് വായിച്ചു വരുമ്പോൾ ദാവീദിന്റെ പ്രകടമായിരിക്കുന്ന ആത്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുന്നു, ജ്യേഷ്ഠന്മാരെ, പട കാണാനല്ല ഞാൻ ഇവിടെ വന്നത്, പട വെട്ടുവാനാണ് ഈ രാത്രി വന്നത്. യേശുവിന്റെ നാമത്തിൽ ബേഥേൽ ദൈവസഭയിൽ ആരാധിക്കുന്ന ഓരോ വ്യക്തികളോടും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, കാണാൻ ഇവിടെ വരണ്ട. ഇവിടെ നടക്കുന്ന ആത്മാവിന്റെ ഓളവും ഈ സഭയെ കുറിച്ച് എടുത്ത പല ദൂതിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാത്രി ധൈര്യത്തോടുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, പട കാണാൻ വന്നവർക്ക് ഈ സഭയ്ക്ക് അനുഗ്രഹം ഉണ്ടാകില്ല. പട കാണാൻ വന്നെങ്കിൽ നീ കണ്ടിട്ട് പോകും. പട വെട്ടാനാണ് വന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് വിടുവൻ, നിന്റെ ഭവനത്തിനകത്ത് വിടുവൻ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് വിടുവൻ. ഹല്ലേലൂയ! ഇന്ന് രാത്രി സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് അയക്കുവാൻ പോകുന്നു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിടട്ടെ, നമ്മയോട് സ്തോത്രം. ഹല്ലേലൂയ! മുങ്ങിച്ചാകാൻ നിൽക്കുമ്പോൾ സ്തോത്രം ഒരു കച്ചിത്തുരുമ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കച്ചിത്തുരുമ്പിനും വില തന്നെ അല്ലേ? നമ്മയോട് സ്തോത്രം ചെയ്യുന്നു. അതിന് വടത്തേക്കാൾ ഭയങ്കര വിലയാണത്. കാരണം മരിക്കാൻ നിൽക്കുക, സ്തോത്രം, വെള്ളത്തിൽ താണ് മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ഒരു കച്ചിത്തുരുമ്പെടുത്തിട്ട് കൊടുത്താൽ അതിന്റെ വില എന്ന് പറഞ്ഞാൽ അത് കണക്കാക്കാൻ പറ്റത്തില്ല. അത്ര വിലയാണ് അതിൽ പിടിച്ച് രക്ഷപ്പെടുക എന്ന് പറയുന്നത്. അതുപോലെ എല്ലാത്തിനെയും വെട്ടി ഒതുക്കി തകർത്ത് തരിപ്പണമാക്കി കളയാൻ വെല്ലുവിളിക്കുക ദുഷ്ടശക്തി ഗോലിയാത്ത് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ ഒരൊറ്റ എണ്ണമില്ല. നിന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ രാത്രിയും സാക്ഷി പറഞ്ഞാൽ പറയൂ, അയ്യോ ഭയങ്കര കെട്ട്, കുടുംബത്തിൽ ഭയങ്കര പോരാട്ടം, സ്തോത്രം, കുടുംബത്തിനകത്ത് ഭയങ്കര വെല്ലുവിളി, ഒരു സ്വസ്ഥതയില്ല. വീടിനകത്തോട് കയറുമ്പോൾ തന്നെ അങ്ങോട്ട് തല കൊണ്ട് പെരുക്കുകയാണ്. ഭാര്യ വീടിനകത്ത് കാണുമ്പോൾ തന്നെ പരസ്പരം അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. മാസ്റ്റർ, ഒരു സ്വസ്ഥതയില്ല. ആരാധനയ്ക്ക് വന്നാലോ ആരാധിക്കുന്നവന്റെ ആരാധന കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മയോട് എന്താ പട കണ്ടുകൊണ്ടിരിക്കുക, പടക്കൂട്ടത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ കുടുംബത്തിൽ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ വെട്ടാൻ ഈ ജന്മത്തിൽ കൃപ ലഭിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പറ, കർത്താവേ, ഹൃദയത്തിനകത്ത് പറ, കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പട കാണാനല്ല ഇവനകത്ത് വന്നത്, പട വെട്ടുവാൻ. രക്തം ചെയ്യാം. ഇതുവരെ സ്തോത്രം ചെയ്യാതിരിക്കുന്നവർ, ഇതുവരെ കരമടിക്കാതിരിക്കുന്നവർ, ഇതുവരെ അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നവർ, ഇപ്പോൾ മുതൽ ഹൃദയത്തിനകത്ത് പറ, ഇതാ ഞാൻ പട വെട്ടുവാൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ഓ ഹല്ലേലൂയ! യേശുവിന്റെ നാമത്തിൽ ഉറക്കെ പറ, ഇവ ഞാൻ പടവെട്ടുവാൻ എഴുന്നേറ്റ് കഴിഞ്ഞു. നിന്റെ അകത്ത് നീ പറയുമ്പോൾ ഈ രാത്രി നിന്റെ അകത്ത് ദൈവകൃപയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരികയാണ്. യേശുവിന്റെ നാമത്തിൽ നീ പറഞ്ഞില്ല, അത് സംഭവിച്ചില്ല. മരണത്തിന്റെയും ജീവന്റെയും അധികാരം നിന്റെ നാവിൽ കിടക്കുന്നു. നീ പറ, ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഇന്ന് രാത്രി ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത് പട കാണാനല്ല. ഓർത്തഡോക്സ് കാത്തലിക് രക്ഷാസൈന്യം ലൂതർ മിഷൻ പാരമ്പര്യ സഭയ്ക്കകത്ത് കിടന്ന് നീ പട കണ്ട് പിശാച് നിന്റെ കുടുംബത്തെ തകർത്ത് പരിപൂർണമാക്കി ബന്ധിച്ച് നിന്റെ തലമുറയും തകർത്ത ആത്മീക മൂല്യങ്ങളെ പിടിപെടുത്തെറിഞ്ഞ് ഭൗതിക മണ്ഡലങ്ങളെ കുപ്പക്കുന്നാക്കി ആമെ ആർത്ത് വെല്ലുവിളിച്ച് ചവരമർത്തം ചെയ്യുന്ന ഇരുളിന്റെ ദുഷ്ടശക്തിക്കെതിരെ കൃപയിലോട്ട് വന്നിട്ടും പട
കൊണ്ടുകൊണ്ടാണ് നിനക്ക് ഇരിപ്പെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ദൈവം തന്റെ മഹത്വം ജാതികൾക്ക് വിട്ടുകൊടുക്കുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നില്ല. രണ്ട് കരങ്ങളൊക്കെ ഇല്ലേ, ഒന്ന് അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്ക്. രക്തത്താലും ജയം അകത്തിറങ്ങുന്ന ദൈവകരമയുടെ ശക്തി പുറത്തോട്ട് പള്ളിയുടെ ആത്മപരിമുഴക്കിലേക്ക് ഈ രാത്രി എന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് രാത്രി സ്തോത്രം ദൈവത്തെ സ്തുതിക്കും. ഈ രാത്രി നീ ഇവിടെ നിന്ന് പോകുന്നത് ശത്രുവിന്റെ തലയുമായി, മന്ത്രവാദിയുടെ തലയുമായി, ആഭിചാരത്തിന്റെ നെറുകയുമായി, അതിന്റെ അടിസ്ഥാനവുമായി ഈ രാത്രി ദൈവം നിന്നെ പറഞ്ഞു വിടുകയാണ്. കാൽവരയുടെ രക്തം, കാൽവരയുടെ രക്തം, കാൽവരയുടെ രക്തം ജയമെടുക്കുന്നു. അവസാനം നമുക്കറിയാം സംഭവങ്ങൾ. നമ്മയോട് സ്തോത്രം. അവൻ ഇറങ്ങി അവസാനം ശൗലിന്റെ വസ്ത്രങ്ങൾ ഇട്ടേച്ചു കൊടുത്തു. അവൻ പറഞ്ഞു, എനിക്കിതൊന്നും യോജിച്ചതല്ല, ഇതൊന്നും നിന്റെ വസ്ത്രം എനിക്ക് പറ്റിയതല്ല. നിരാശപ്പെടുത്തി നിന്നെ കൊന്നുകളയും, നീ കൊച്ചനല്ലേ, ബാലനല്ലേ. ഇതൊക്കെ ആത്മകോണത്തിന്റെ അന്യായ പോരുകളാണ്. നമ്മയോട് സ്തോത്രം. രാത്രി ദൈവാത്മാവിൽ പറയട്ടെ, അവൻ പറഞ്ഞു, ഇല്ല, ഒരു സിംഹം എന്റെ അടുക്കൽ വന്നു, ഞാൻ അവനെ കീറിക്കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ തലയ്ക്ക് എണ്ണ വീണിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് വെളിപ്പെട്ടിരിക്കും. ഒന്നുകൂടി പറയാം, ദൈവം ചെയ്യാം. നിന്റെ തലയുടെ മുകളിൽ അഭിഷേകം വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉച്ചം തലയിൽ പരിശുദ്ധാത്മാവ് നിഴലിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സ്തോത്രം നിന്റെ തനി നിറം ഈ പട്ടണം കാണും. അഭിഷിക്തന്റെ തനി നിറം, സഭയുടെ തനി നിറം യേശുവിന്റെ നാമത്തിൽ ഗ്ലോറി ഹോറവശസി രക്തത്താൽ ജയം. പമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ സഭയുടെ തനിമറം കുറെ കൈയടിക്കുന്നതല്ല, സഭയുടെ തനിമറം കുറെ അന്യഭാഷ പറയുന്നതല്ല. സഭയുടെ തനിമറം എന്ന് പറയുന്നത് സാത്താന്റെ തലയെ തകർത്ത് നിർവീര്യമാക്കി അല്പശ്വാസമുള്ള പിശാചിന്റെ അവസാനത്തെ കെട്ടിലെയും പൊട്ടിച്ചെറിയുന്ന രക്തത്താൽ ജയം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച നീ ആദിയിൽ ഏഥനിൽ ആദാമ്യ വർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആമേൻ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് പിറന്ന് വീണ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവപുത്രൻ എന്ന് തെളിയിച്ച് പന്തിയോസ് പീലാത്തോസിന്റെ മുന്നിൽ നല്ല സ്വീകാര്യം കഴിച്ച് പച്ച പൈമര കുരിശിൽ 3 ആണികളിൽ നിനക്ക് വേണ്ടി, നിന്റെ പാപത്തിന് വേണ്ടി, നിന്റെ കുടുംബത്തിൽ കയറി വന്ന അന്യായ ബന്ധനത്തെ കാലുവരയുടെ കൊലമരത്തിൽ വെച്ച് മായ്ച്ച് കളയേണ്ടതിന് വേണ്ടി പച്ച പൈമര കുരിശിൽ മരിച്ച അരമത്തിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കി റോമ ഗവൺമെന്റ് മുദ്രകളെ പൊട്ടിച്ച് വലിച്ചു ദൂരെ എറിഞ്ഞ് 33-ാം അധ്യായം മുതൽ മനുഷ്യ കുടുംബങ്ങളെ കണ്ണുനീരാറ്റിയ മരണാധികാരിയുടെ മുള്ളിനെ വെട്ടിയാറത്ത് ദൂരെ കളഞ്ഞ് ഉയർപ്പിന്റെ ശക്തിയോട് ഉയർത്തോ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ വയറ് വലിച്ചിറക്കി കെട്ടി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഏത് ശക്തിയുടെ കൂടാരം അടിച്ച് ഉടച്ചു കളയുക. സഭയുടെ മേൽ ഉയർപ്പിന്റെ അഭിഷേകം അയച്ചുകൊണ്ട് തന്നെ കാത്ത് നിൽക്കുന്നവരുടെ പ്രത്യാശയ്ക്കായി മധ്യാകാശത്തിൽ വീണ്ടും വെളിപ്പെടുന്ന കർത്താവിനെ ഇന്ന് രാത്രി ക്രിയത്തിൽ ഏറ്റെടുത്ത ദൈവമേ, 1 യോഹന്നാൻ 4:4 നിന്നിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ കരിഞ്ഞ പുല്ലിന്റെ മേൽ പെയ്തിറങ്ങുന്ന ഹിമത്തിന്റെ തുള്ളി പോലെ ഈ രാത്രി ദൈവ സാന്നിധ്യം ഇവനകത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബത്തെ പോലും രാജകുടുംബത്തെ പോലും പറിച്ച് ദൂരെ കളയത്തെ രീതിയിൽ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനോട് വെല്ലുവിളിച്ച് തോട്ടിലേക്ക് എറിഞ്ഞ കല്ലുകൾ കൊണ്ട് അവന്റെ തലയ്ക്ക് എറിഞ്ഞ് അവന്റെ മണ്ടയ്ക്ക് കയറി അവന്റെ തലയെ വെട്ടിയെടുത്ത ഒരു രാജ്യത്തെയും സൈന്യത്തെയും ഒരു രാജകുടുംബത്തെ മുഴുവനായി രക്ഷിച്ച അവനെ രാജകൊട്ടാരത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്ത് അവനെ നിർത്തി, അവനെ അണച്ച്, അവനെ നിർത്തി ഇനിയുള്ള ശക്തികളെ തകർക്കുവാൻ അവന്റെ അഭിഷേകത്തെ ആ നിലയിൽ ഒതുക്കി നിർത്തേണ്ടതിന് പകരമായി അവനെ കുന്തമെടുത്ത് അവനെ കൊല്ലുവാൻ അമ്മയോട് നോക്കിയത് അന്യായമാണോ ന്യായമാണോ? അന്യായം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു
കാര്യം ദൈവാത്മാവിനാൽ വിളിച്ചു പറയാം. യേശുവിന്റെ നാമത്തിൽ ഉപയോഗിച്ചിട്ട്, ഉപയോഗം കണ്ടിട്ട്, സ്തോത്രം, നിന്നെ കൊണ്ട് പലതും ഉണ്ടാക്കിയിട്ട് നിന്റെ കൃപ, നിന്നിലെ സ്വാധീനങ്ങൾ, നിന്നിലെ കൃപകൾ, കഴിവുകൾ, നിന്നിലെ സാമ്പത്തിക മേന്മകൾ, നിന്നിലെ ബന്ധങ്ങൾ കൊണ്ട് പല നിലകളിൽ വിടുതല പ്രാപിച്ചിട്ട് അവസാനം നിനക്കെതിരെ കുന്തമെടുക്കുന്ന ദുഷ്ടശക്തി ഇന്ന് രാത്രി, അത് ഏത് ദുരാത്മാവായാലും കാൽവറിയുടെ രക്തത്താൽ ജയം. വിശ്വസിക്കുന്നവർ ഇങ്ങനെ ആരാധിച്ചാൽ പോരാ. യേശുവിന്റെ രക്തം ജയം. കാൽവറിയുടെ രക്തത്താൽ വിടുവൽ, കാൽവറിയുടെ രക്തത്താൽ വിടുവൽ, കാൽവറിയുടെ രക്തം, കാൽവറിയുടെ രക്തം. വിടുവൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവനകത്ത് വിടുവൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവനകത്ത് ദൈവാത്മാവിന്റെ വിടുവൽ ആഴത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവനകത്ത് ദൈവകൃപയുടെ വിടുവൽ ആഴത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുക. താങ്ക് യു ലോർഡ്. ഈ ദൂത് പറയുമ്പോൾ അവിടങ്ങളായി വിടുതൽ നടക്കുന്നു. നിന്റെ വേദനയല്ലേ പറഞ്ഞത്? നിന്റെ ദുഃഖത്തെ കുറിച്ചല്ലേ ദൈവാത്മാവ് പറഞ്ഞത്? നീ അനുഭവിക്കുന്ന ഭാരത്തെ കുറിച്ചല്ലേ ഇന്ന് രാത്രി ദൈവാത്മാവ് പറഞ്ഞത്? നീ പേടിക്കണ്ട. ദുരാത്മാവിന്റെ മുന്നിൽ അഭിഷിക്തൻ തകരുകയില്ല. ദുരാത്മാവിന്റെ മുന്നിൽ പറ, വാ തുറന്ന് പറ. ദുരാത്മാവിന്റെ മുന്നിൽ, ദുരാത്മാവിന്റെ മുന്നിൽ, ദുരാത്മാവിന്റെ മുന്നിൽ, ദുരാത്മാവിന്റെ മുന്നിൽ, ദുരാത്മാവിന്റെ മുന്നിൽ അഭിഷിക്തൻ തകരുകയില്ല. അഭിഷിക്തൻ തകരുകയില്ല. പറ, അത് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ പറയാൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു. ഉറച്ചു പറ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന ദുരാത്മാവ് ഏത് ഉയർന്ന ശക്തിയായാലും ഇന്ന് രാത്രി കാലം അതിന്റെ അനുഭവങ്ങളിലേക്ക് നീങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തി ദേശത്തിന്റെ മടിവിൽ തന്നെ ജനത്തിന് വേണ്ടി ഇന്ന് രാത്രി അയക്കുന്ന ആത്മാവിന്റെ വിടുവൽ അതിന്റെ പുതുശക്തിയോടെ ഈ ഉപവാസത്തിൽ അവയെ നിനക്കെതിരെയുള്ള അന്യായ കെട്ടുകൾ ഈ രാത്രി യേശുവിൻ നാമത്തിൽ പൊട്ടട്ടെ. ഹല്ലേലൂയ. നിന്റെ രക്തവും നിന്റെ രക്തവും നിന്റെ വിയർപ്പും നിന്റെ ആരോഗ്യവും നിന്റെ കഴിവും നിന്റെ ബുദ്ധിയും കുടുംബത്തെ നോക്കാതെ, അവരെ നോക്കാതെ, ഇവരെ നോക്കാതെ, നിന്റെ രക്തവും നിന്റെ വിയർപ്പും നിന്റെ ശരീരവും നിന്റെ ആരോഗ്യം എല്ലാം കൊടുത്ത് പടുത്ത് ഉയർത്തി ഉന്നത നിലവിൽ കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തിൽ നന്മകൾ അനേകർ അനുഭവിക്കത്തക്ക നിലവാരത്തിൽ വന്നപ്പോൾ നിന്റെ ഭൂമിയുടെ മടിവിൽ നിന്ന് നിന്നെ പിടിപെടുത്തെറിയുവാൻ നിന്റെ കമ്പനി, നീ ജോലി ചെയ്യുന്ന ഓഫീസ് മണ്ഡലങ്ങൾ, നീ അറിയാത്ത വ്യക്തികൾ നിനക്കെതിരെ ഇന്ന് രാത്രി ഗൂഢാലോചന ചെയ്യുന്ന മണ്ഡലങ്ങൾ അവർ ഒരുക്കി തീരിട്ട് ചുട്ടുവഴിപ്പിച്ച് അവർ മിനുസപ്പെടുത്തിയ കുന്തങ്ങൾ അവരുടെ നേരെ തന്നെ പടക്കളത്തിൽ വീഴത്തക്ക വിധത്തിൽ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും ഭൂതങ്ങളും അവർ വ്യക്തമായും കൃത്യമായും നിന്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടുവരുന്ന നാളുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് കാണുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ട് അവസാന ഭാഗത്തേക്ക് വരാം. എസ്തേറിന്റെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ, എസ്തേറിന്റെ പുസ്തകം 7:9 വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു. ഹാമാൻ മോർദെഖായിക്ക് വരെ കഴുകുമരം ഒരുക്കി. എന്തിനാ കഴുകുമരം ഒരുക്കിയത്? എന്തിനാ കഴുകുമരം ഒരുക്കിയത്? സ്തോത്രം. ഹാമാന്റെ വസ്തുവിനെ അപഹരിച്ചുവോ? ഹാമാന്റെ ഭാര്യയെ മോർദെഖായി മോഷ്ടിച്ചുവോ? ഹാമാന്റെ മക്കളെ പീഡിപ്പിച്ചുവോ? ഹാമാന്റെ വണ്ടിയെ മോർദെഖായി മോഷ്ടിച്ചു കൊണ്ടുപോയോ? അവന്റെ ഭൂമിയുടെ പ്രമാണം കള്ളങ്ങൾ ഉണ്ടാക്കി തട്ടിപ്പറിച്ചെടുത്തുവോ? ഇതുവല്ല, ഒന്നുമല്ല ചെയ്തത്. ഹാമാൻ മോർദെഖായിക്കെതിരെ കഴുകുമരം ഒരുക്കിയവന്റെ കാരണം ഹാമാനെ നമസ്കരിക്കാത്തത് കൊണ്ട്, ഹാമാനെ വണങ്ങാത്തത് കൊണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്റെ ആസ്തിക്കകത്ത് ഒരു അഭിഷേകമുണ്ട്. അത് വിശുദ്ധിയുടെ അഭിഷേകമാണ്. നന്ദിയോട് സ്തോത്രം. ഒരു മനുഷ്യന്റെ മുന്നിൽ അടിയറ വെക്കേണ്ടതല്ല നിന്റെ അഭിഷേകം. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, സാമ്പത്തിക മാന്ദ്യം ദുബായിൽ വന്നപ്പോൾ ഒരു മീറ്റിംഗിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മയോട് വെക്കേഷൻ കടന്നുപോയിട്ട് വന്ന ഒരു സഹോദരനോട് അവിടുത്തെ MD പറഞ്ഞു, നമ്മയോട് സ്തോത്രം, നീ ഇനി ഇവിടെ വേണ്ട, നീ വേറെ ഏതെങ്കിലും ജോലിക്ക് നോക്കുവാൻ പറഞ്ഞു. ഭാര്യയും മക്കളുമായി വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നവൻ ചോദിച്ചു, ഒരു ഫോണെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും അയച്ചിരുന്നെങ്കിൽ ഇത്രയും പൈസ മുടക്കി ഞാൻ ഇവിടെ വരത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സഹോദരൻ തിരിഞ്ഞിങ്ങനെ പറഞ്ഞു, ഒരു വഴി അടച്ചാൽ എന്റെ ദൈവം 9 വഴി തുറക്കും എന്ന് പറഞ്ഞ് ഓഫീസിന്റെ വാതിൽ അടച്ചിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് MD കൈയടിച്ചിട്ട് വിളിച്ചു, നിന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. സ്തോത്രം. വെള്ളത്തിൽ മുങ്ങുന്ന കപ്പൽ പോലെ കിടക്കുന്ന ഈ കമ്പനിയെ പിടിച്ചുയർത്തുവാൻ നിന്നെ പോലത്തെ ഒരുവനെയാണ് വേണ്ടത്. സ്ഥാനക്കയറ്റം കൊടുത്ത് ദൈവം ആ കമ്പനി അവനെ പോസ്റ്റ് ചെയ്തു. ഇന്ന് രാത്രി വിശ്വസിക്ക്, രക്തത്താൽ ജയം. ഹല്ലേലൂയ. ദൈവം നിന്നെ കൈവിടുകയില്ല, ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. നിനക്ക് വേണ്ടി വഴിയും വാവലും ദൈവം തുറക്കും. വിളിച്ച ദൈവം വിശ്വസ്തൻ.
അവൻ വഴിയിലിട്ടേച്ച് പോകുന്ന ദൈവമല്ല. വഴികൾ ഒന്നടയുമ്പോൾ ഓർത്തു 9 തുറക്കട്ടെ. 9 വലുത്, 1 നല്ലത്? ഇന്ന് രാത്രി വിശ്വസിക്ക്, 1 9 തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആരാധിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, നീ ഒരു പെന്തിക്കോസുകാരി ആയതുകൊണ്ട്, നീ ഒരു പെന്തിക്കോസ് അനുഭവത്തിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് നിന്റെ പ്രൊമോഷൻ, ഇംപ്രൂവ്മെന്റ് ഒക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നു എങ്കിൽ അത് അന്യായ ലിസ്റ്റിൽ വരുന്ന കാര്യമാ. നീ അതിൽ ഭാരപ്പെടണ്ട. മുകളിലോട്ട് നീ പേപ്പർ ഒന്നും കൊടുക്കണ്ട. ഉപവസിച്ചോ വെട്ടിക്കോ അന്യായത്തെ. രക്തത്താൽ ജയം. ഇന്നലെ വന്നവന് ഉയർച്ചയും 10 വർഷം കൊണ്ട് കടന്ന് കമ്പനി കിടന്ന് അധ്വാനിക്കുന്ന നിനക്ക് പ്രൊമോഷൻ ഇല്ല, ഇംപ്രൂവ്മെന്റ് ഇല്ല, നിനക്കൊരു ഉയർച്ചയില്ല, നിനക്കൊരു ഉന്നമനമില്ല. ഇന്നലെ ഇങ്ങോട്ട് കയറി വന്ന ജാതിപ്പെട്ടവന് അന്യാരാമനക്കാരന് പ്രൊമോഷൻ, കാറോ അതും ഇതും മമ്മിയോട് സ്തോത്രം കൊടുക്കുമ്പോൾ വേദന ആർക്കാ വരാത്തെ? എന്താ നിനക്ക് തരാത്തെ? നീ യേശുവിനെ ആരാധിക്കുന്നത് കൊണ്ട്, നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഭാരപ്പെടേണ്ട. എല്ലാം തല തിരിഞ്ഞു വരും, നേരെ വരുമെല്ലാം. രക്തത്താൽ ജയം. നീ ആരാധിക്കുന്ന ദൈവം സാത്താന്റെ തലയെ വെട്ടി കീറിയവനാണ്, പിശാചിന്റെ അടിസ്ഥാനത്തിളക്കിയവനാണ്. മനുഷ്യന്റെ എല്ലാ ബന്ധങ്ങളെയും പകർത്ത ദൈവത്തിന്റെ ദൃശ്യമായ കാര്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർക്ക് ആരാധിക്കുന്നത് കൊണ്ട് മാത്രം സ്തോത്രം. എന്താ ചെയ്തത്? ആമേൻ, ആമേൻ. യഹൂദ കുടുംബങ്ങളെ പൂർണ്ണമായി നശിപ്പിച്ച് കളയുവാൻ രാജാവിനെ തന്ത്രത്തിൽ ഉപയോഗിച്ച് മുദ്രമോപരം കൊണ്ട് സീൽ ചെയ്ത് സ്തോത്ര അഞ്ചലക്കാരുടെ കൈവശം പട്ടണങ്ങൾ പ്രസിദ്ധം ചെയ്യുവാൻ രാജകൽപ്പന പുറപ്പെടുവിച്ചത് കേട്ട യഹൂദ കുടുംബങ്ങൾ കൂട്ട കരച്ചിലും കണ്ണുനീരുമായി ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ആരാധിക്കുന്നത് കൊണ്ട്, ദൈവം ഏറ്റെടുക്കുന്നത് കൊണ്ട്, നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നത് കൊണ്ട്, ഭാഷയുടെ ആത്മവെളിപ്പാടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അക്കരട്ട് പോകാൻ നീ ബന്ധപ്പെട്ടവനായി നിൽക്കുന്നത് കൊണ്ട് മാത്രം നമ്മയോട് സ്തോത്രം. നിന്റെ അവകാശത്തെ തടഞ്ഞ് നിന്നെയും നിന്റെ കുടുംബത്തെ ബാംഗ്ലൂരിന്റെ പട്ടണത്തിൽ നിന്ന് പിഴവെടുത്തെറിയുവാൻ ഇന്ന് രാത്രി ഗൂഢാലോചന ചെയ്ത് എഴുന്നേറ്റ കഴുകുമരങ്ങൾ അന്യായങ്ങൾ തന്നെയാണ്. യേശുവിന്റെ നാമത്തിൽ എസ്തേറും മൊർദെഖായും കരങ്ങൾ കോർത്തു പിടിച്ചു. രക്തത്താൽ ദൈവത്തിന്റെ കരമങ്ങോട്ട് ഇറങ്ങി ചലിക്കാൻ തുടങ്ങി. നാളെ രാത്രി ആ ഭാഗം ആത്മാവിൽ സമയമുണ്ടെങ്കിൽ വിളിച്ചു പറയും എന്തൊക്കെയാ അവിടെ നടന്നത്, സംഭവിച്ചത് പറയാം. ആ ഹാമാൻ ഒരുക്കി വെച്ചതായ അതേ മൊർദെഖായിക്ക് ഒരുക്കി വെച്ച അതേ കഴുകുമരം ഒരുക്കി വെച്ചവന്റെ നേരെ തിരിയപ്പെട്ടു. രക്തത്താൽ ജയം. യെസ്, സത്യം വെളിപ്പെട്ടു വരും. രക്തത്താൽ ജയം. കാലമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്നിൽ ഒരു ശുശ്രൂഷയുണ്ട്, നിന്നിൽ ഒരു ദൈവകൃപയുണ്ട്. അത് ഒരു ശൗലിനും ഒതുക്കാൻ കഴിയുന്നതല്ല, ഒരു ശക്തിക്കും തകർക്കാൻ കഴിയുന്നതല്ല. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു വെളിപ്പാട് പറയാ. നിനക്ക് വരെ, നിന്റെ കുടുംബത്തിന് വരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് വരെ അന്യായമാ എന്തെല്ലാം എഴുതി പിടിപ്പിച്ച് എന്തെല്ലാം 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 എന്തെല്ലാം. വിശ്വാസത്തിന്റെ ആഴം നിനക്കില്ലാതിരുന്നുവെങ്കിൽ അറ്റാക്ക് വന്ന് ഇതിന് മുമ്പേ നീ മരിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാ ഇന്നും ജീവനോടെ നിൽക്കുന്നവന്റെ കാരണം? കൊലോസ്യർ 2:15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി യേശു കാഴ്ചയാക്കി. നിനക്ക് വിരോധമായി എഴുതി വെച്ച സകല എഴുത്തുകളെയും രേഖകളെയും കാലുവരയുടെ കൊലമരത്തിൽ വെച്ച് തന്റെ രക്തത്താൽ മാച്ചുകളഞ്ഞ് നിന്നെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച് രാജകീയ വംശമാക്കി നിന്നെ അവൻ ദൈവസഭയ്ക്കകത്താക്കി വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആകയാൽ സ്തോത്രം ജീവിതത്തിന്റെ മണ്ഡലങ്ങളിലൊക്കെ കയറി കിടക്കുന്ന അന്യായ കെട്ടുകൾ, അന്യായ ബന്ധനങ്ങൾ, അവന്റെ പോരുകൾ ഇന്ന് രാത്രി ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞു മുതൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾ വലിയവർ ഉൾപ്പെടെയുള്ള സകല പേരുടെയും ജീവിതത്തിൽ നിന്ന് ഇന്ന് രാത്രി ദൂതിന്റെ പുറകെ വരുന്ന ആത്മമണ്ഡലത്തിന്റെ വാളിറങ്ങി ഈ രാത്രി എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ ജീവിതത്തിൽ ദൈവാത്മാവ് ചില വിടുതലുകൾ അയക്കുന്നു. ഇവിടെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമോ? നിങ്ങൾ വിട്ടേച്ച വീടുകൾ, ഇന്ത്യ, അതേ നിങ്ങളുടേതായ സ്ഥാപനങ്ങൾ, നിങ്ങളുടേതായിരിക്കുന്ന വിട്ടേച്ചു വന്ന പട്ടണങ്ങൾ, നിങ്ങളുടെ ഭൂമികൾ, നിങ്ങളുടെ തലമുറയുടെ മണ്ഡലങ്ങളിലേക്ക് എന്നാലും അവരവ് ചെയ്തല്ലോ, അവരങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണ ആലോചന വന്നാലും അമ്മയോട് സ്തോത്രം ചെയ്യുന്നു. പട്ടണത്തിന്റെ മടുഭാഗത്ത് വരുമ്പോൾ അവൾ ശരിയല്ല, അവൾ ശരിയല്ല. ദൈവകൃപ ശക്തിയോട് ആരാധിക്കുന്ന നിന്റെ മകൾക്ക് നേരെ അപരാധങ്ങൾ പറഞ്ഞു വരുത്തുന്നത് അന്യായമല്ലേ? ഇന്ന് രാത്രി ദൈവം അതഴിക്കും. ഒരു പോലീസ് വെരിഫിക്കേഷൻ, ഒരു പാസ്പോർട്ടിന് വേണ്ടി വന്നാൽ ദൈവത്തിന്റെ കൃപ നിൽക്കുന്ന നിന്റെ തലമുറയ്ക്ക് ഒരു പോലീസ് വെരിഫിക്കേഷൻ പാസ്പോർട്ടിന് വേണ്ടി വന്നാൽ തന്നെ അതിനെ മധ്യഭാഗത്ത് ജംഗ്ഷനിൽ വരുമ്പോ അവൻ ഗുണ്ട, അവൻ ശരിയല്ല, അവൻ ക്രിമിനലാണെന്ന് പറഞ്ഞ് അമ്മയോട് സ്തോത്രം നിന്റെ തല
തലമുറയ്ക്ക് ഒരു അവകാശം, നന്മ, വിടുതൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തടയുന്നതൊക്കെ അന്യായങ്ങളല്ലേ? ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ നിലയിൽ എ മുതൽ ഇസഡ് വരെ ആമേ ചെറുതും വലുതുമായി കൂട്ടുപിരിഞ്ഞു ഒരുമിച്ച് നിന്ന് വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തികൾ, അതിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്ത് വെച്ച് ഇളകി അഴിഞ്ഞ് പോകുന്ന ഒരു കാഴ്ച ഞാൻ ഇന്ന് രാത്രി കാണുന്നു. ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം യേശുവിന്റെ നാമത്തിൽ. സമയം